ദൈവം എന്നോട് എന്തരുളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കുന്നു. സ്തോത്രം. പ്രാർത്ഥനയുടെ മറ്റൊരു തലമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2-ാം അധ്യായത്തിൽ ഹബക്കൂക്ക് പ്രവാചകനിൽ കൂടെ കാണുന്നത്. എന്തെങ്കിലും കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിന് മുമ്പിൽ നിരത്തി വെച്ചിട്ട് പോകുന്നത് മാത്രമല്ല പ്രാർത്ഥന. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷയങ്ങളൊക്കെ ദൈവത്തോട്, കർത്താവേ എനിക്ക് അതില്ല, ഇതില്ല, വേദനയാണ്, നൊമ്പരമാണ്, പ്രശ്നമാണ്, ഞാൻ പരാജിതനാണ് എന്നൊക്കെ പറയുന്നത് മാത്രമല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന, നിരന്തര പ്രാർത്ഥനയുള്ളവരാണെങ്കിൽ പ്രാർത്ഥനയുടെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ അവരുടെ കാര്യങ്ങൾക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. ഹല്ലേലൂയ. പ്രാർത്ഥനയിലൂടെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ തുടങ്ങും. പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് തന്നെ അടുത്തേക്ക് ഇറങ്ങി വരും. അത് പ്രാർത്ഥനയെ അമിതമായി വിശ്വസിക്കുകയും പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ അപ്പുറമായിരിക്കുന്ന ചില മാനദണ്ഡങ്ങളും മാനങ്ങളും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്നും നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലുതെന്നും കരുതാതെ ഇതിനപ്പുറം പ്രാർത്ഥനയ്ക്ക് വേറൊരു മേഖല ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അതിലേക്ക് എത്തിപ്പറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥനയുടെ പുതിയ കവാടങ്ങളെ ദൈവം തുറക്കാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അങ്ങോട്ട് പറയുക മാത്രമല്ല, പ്രാർത്ഥനാ മധ്യത്തിൽ ആ ഗോപുരത്തിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹം ദൈവസന്നിധിയിൽ സ്തോത്രഹല്ല് പ്രതീക്ഷിക്കുകയാണ്. അതിനകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷിക്കുകയാണ്, ദൈവം എന്നോട് എന്തരുളി ചെയ്യും. അപ്പോൾ പ്രാർത്ഥനാ മധ്യത്തിൽ സ്തോത്രം, ഒന്നാമത്തെ കാര്യം എന്താ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതിനേക്കാൾ അപ്പുറം എൻ്റെ വിഷയത്തിൽ ഇങ്ങോട്ട് ദൈവം പറയും. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വാസമുണ്ട്? ഒത്തിരി വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥന കുറേ വാചകങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ പറയുന്നത് മാത്രമല്ല, ആത്മാവിൽ പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ഇങ്ങോട്ട് അരുളി ചെയ്യും. അങ്ങനെ ഒരു വിശ്വാസം ഹബക്കൂക്കിനകത്തുണ്ടായിരുന്നു. ദൈവമേ, എന്താണ് അങ്ങ് അരുളി ചെയ്യാൻ പോകുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല അടുത്ത വാക്ക് എൻ്റെ ആവലാതി സംബന്ധിച്ച്. അപ്പോൾ ഈ മനുഷ്യൻ എന്തുകൊണ്ട് ആവലാതി? സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് അദ്ദേഹത്തിൻ്റെ ആവലാതിയുടെ കാര്യം? ആവലാതിയുടെ കാര്യം പുറകിലൊക്കെ എഴുതിയിട്ടുണ്ട്. 1:1 ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ ആവലാതിക്ക് കാരണം, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ അയ്യം വിളിച്ച് നിലവിളിക്കുന്നുണ്ട്, ഞാൻ ചില കാര്യത്തിന് വേണ്ടി ദൈവത്തോട് അഭയാചന കഴിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം മിണ്ടുന്നില്ല. ദൈവമായ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിലവിളിക്കുന്നുണ്ട്, പക്ഷേ സാഹസം നിമിത്തം, മനുഷ്യൻ്റെ സാഹസം നിമിത്തം ഞാൻ ദൈവത്തോട് നിലവിളിച്ചിട്ട് ദൈവം മറുപടി പറയുന്നില്ല എന്നുള്ളത് ഈ മനുഷ്യനെ ആവലാതി പിടിപ്പിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി തരാതിരിക്കുന്നത്, ദൈവം ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നത്, ദൈവത്തിൻ്റെ മൗനത, ദൈവം ചില കാര്യത്തിന് ഒത്തിരി കരഞ്ഞിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് പരിഹാരമില്ല എന്ന് തോന്നത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് മൗനത വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്ത വൈകാരിക തലമാണ് ആവലാതി പിടിക്കുക. ഹല്ലേലൂയ. എന്താകുമെന്നുള്ള തോന്നലും എവിടെ എത്തുമെന്നുള്ള ചിന്തയും ഇത് ഈ പ്രവാചകന്റെ അകത്തുണ്ടായിരുന്നു. ഇന്ന് പകലിൽ ഇവിടെ വന്നിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാണ്, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾക്ക് ദൈവം മൗനമായ വിഷയങ്ങൾ, ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല കർത്താവേ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് കാര്യങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് പോലൊരു മറുപടി ദൈവം സംസാരിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ആ വിഷയം നിന്നെ ആവലാതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വർഗം ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോകുന്നതിനേക്കാൾ മുമ്പ് 2-ാം അധ്യായത്തിൽ എന്ന വണ്ണം ദൈവസന്നിധിയിൽ പ്രതീക്ഷ കൈവിടാതെ എന്റെ ആവലാതി സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും പറയാതിരിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളിനകത്തുണ്ടെങ്കിൽ, എന്റെ കർത്താവേ, എത്ര മൗനമായാലും ഞാൻ ആവലാതിപ്പെടുന്ന വിഷയത്തെ കുറിച്ച് മനുഷ്യന്റെ പക്ഷത്ത് നിന്നല്ല ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് എനിക്കൊരു മറുപടി കിട്ടാതിരിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ ഇതിനകത്ത് ഓൺലൈനിൽ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെ ദൈവം കൈവിടില്ല. 1-ാം അധ്യായത്തിൽ ആവലാതിക്കുള്ള കാരണമാണ് 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ മൗനതയാണെങ്കിൽ, 2-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥനക്കാരൻ മൗനത ഭേദിച്ച് ഒരു മറുപടി പ്രാപിച്ചതാണ് 2-ാം അധ്യായത്തിൽ കാണുന്നത്.
ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 1-ാമത്തെ അധ്യായത്തിനകത്ത് ആവലാതിക്കുള്ള കാരണം ദൈവം മൗനമാകുന്നു, ദൈവം മിണ്ടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ ദൈവം മൗനമായപ്പോൾ, ദൈവം മിണ്ടാതെ വന്നപ്പോൾ, സ്തോത്രം, ഞാൻ നിന്നോട് നിലവിളിക്കുകയും നീ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ വന്നപ്പോൾ തീർന്നില്ല. 1-ാം അധ്യായത്തിനകത്ത് 13-ാമത്തെ വാക്യത്തിൽ ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്കപ്പെടുകയാണ്. നോക്കണം, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ദൈവം മിണ്ടാതിരിക്കുന്നു. സ്തോത്രം, ഇതാണ് ആ മനുഷ്യന്റെ ഭാരം. ഇന്ന് പകലിൽ ദൈവം പറയുന്നു, നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, നീ കരയുമ്പോൾ, നിന്റെ കുഞ്ഞ് കഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന നിന്നോട് ദൈവം മൗനമാകുന്നത് നിന്നെ ഭാരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവരുടെ വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച. ഇന്ന് അവർക്ക് വേണ്ടി ദൈവം എന്തോ കരുതി വെച്ചിട്ടുണ്ട്. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവം മൗനമാകുന്നു എന്നൊരു തോന്നൽ നിന്നെ ഭാരപ്പെടുത്തുന്നെങ്കിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. എന്റെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു പ്രയാസമുണ്ട്. ഞാൻ എത്ര നാളായി ദൈവത്തോട് കരയുന്നു, എത്ര നാളായി കഷ്ടം സഹിക്കുന്നു. ഒന്ന് കഴിയുമ്പോൾ ഒന്നായി കുരുക്കഴിയാതെ പോലെ കിടക്കുന്ന ചില വിഷയത്തിൽ എത്രത്തോളം കഷ്ടം സഹിക്കേണ്ടി വരും, എത്രത്തോളം ദൈവം മൗനമാകും എന്ന ഭാരം കഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിന്ന് പകലക്കാലം ഉറങ്ങരുത്. ഉണർന്നിരുന്നു സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ നിങ്ങൾ റീചാർജായി. അവൻ ഒരിക്കൽ കൂടെ, ഞാൻ ആ വാക്കൊന്നോട് ഉപയോഗിക്കുക, ഒന്നോടെ റീചാർജ് ആകണം. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നവരാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ ഈ ദൂത് കേൾക്കുന്നതിനേക്കാൾ മുമ്പ് സ്വർഗം എന്തോ പറയാൻ പോകുന്നു. അതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മൗനമായിരിക്കാതെ സ്തോത്രം പറഞ്ഞ്, എന്റെ മൗനത, എന്നോടുള്ള ദൈവത്തിന്റെ മൗനത ഇന്ന് പാലക്കാലം ഛേദിക്കപ്പെടാൻ പോകുകയാണ്. ഇന്ന് പകല് ചില വിഷയത്തെ കുറിച്ച് സ്വർഗം പറയാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആകുലതകൾക്ക്, എന്റെ വ്യസനത്തിന്, എന്റെ വ്യാകുലതകൾക്ക് ദൈവസന്നിധിയിൽ മറുപടി വരാൻ പോകുകയാണെന്ന് ആത്മശക്തിയോടെ വിശ്വസിക്കുന്നവർ സ്തോത്രത്തോടെ കരമടിച്ചോ, അന്യഭാഷ പറഞ്ഞു, ആത്മാവിൽ റീചാർജ് ആക. ശമന ശണ്ടര ദരദന ഹടഗമനാദര ഹംദരക്ഷസ് പൗഡവിനി ഹട്കലാദരക്ഷസിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റംഷ പ്രബല ഹസ്തന ഹടഗജനാഥന സിയാര ഹംദലാദരക്ഷസ് പൗഡവനെ ഏസ്തനത്യാന ഹംദരേ. ഹല്ലേലൂയ. ആവലാതി തീരുന്ന പകലാകട്ടെ, ആകുലത തീരുന്ന പകലാകട്ടെ, ദൈവം മൗനമായ വിഷയങ്ങൾക്ക് മറുപടി വരുന്ന പകലാകട്ടെ. ഇന്ന് പകലൊരു ഉത്തരം കൊണ്ടുപോകുന്ന, ഒരു മറുപടി കൊണ്ടുപോകുന്ന പകലാകട്ടെ. അങ്ങനെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആത്മബലത്തോടെ യെരിഹോ മതിൽ തകർക്ക. ആ കൂട്ടത്തെ പോലെ തളരാതെ 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 ആത്മബലത്തോടെ ശക്തിയോടെ. ശമനദര ഹസ്തരാദരക്ഷസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 അധ്യായമുള്ള ഈ പ്രവചന ഗ്രന്ഥത്തിന്റെ 1-ാം അധ്യായം ആകുലതകൾ നിറഞ്ഞതും മറുപടിയില്ലാത്ത ചോദ്യങ്ങളാൽ ഭാരപ്പെട്ടതാണെങ്കിൽ, 2-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മറുപടിയുടെ അധ്യായമാണ്. 3-ാം അധ്യായമാകട്ടെ, ദൈവത്തിൻ്റെ മറുപടി കിട്ടിയ മനുഷ്യൻ ദൈവസന്നിധിയിൽ ദൃഢമായി തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനം ഒരു സങ്കീർത്തന ഭാഷയിൽ അദ്ദേഹം സ്തോത്രം എഴുതി വെച്ചത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. മുന്തിരിവള്ളി തളർത്തില്ലെങ്കിലും, സ്തോത്രം, ഹല്ലേലൂയ, എന്താ പറയുന്നത്, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകും. അത്തിവൃക്ഷം തളർത്തില്ലെങ്കിലും, മുന്തിരിവള്ളി അനുഭവം ഉണ്ടായില്ലെങ്കിലും, ഒലുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോയാലും, നിലങ്ങൾ ആഹാരം വിളയിച്ചില്ലെങ്കിലും, 17-ാം വാക്യമാണ് 3-ന്റെ, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോയാലും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കില്ലെങ്കിലും, ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് അവന്റെ ബലമാണ്, അവൻ എൻ്റെ കാല് മാൻപേടെ കാല് പോലെയാക്കി ഉന്നതങ്ങളിൽ നടക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ആകുലതയിൽ തുടങ്ങി ആനന്ദത്തിൽ തീർന്നൊരു പ്രവചന ഗ്രന്ഥമാണ് ഹബക്കൂക്കിന്റെ പ്രവചന ഗ്രന്ഥം. ഞാൻ ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്ക് വന്നവരോട് പറയാം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുമ്പോൾ ചില വിഷയങ്ങളിൽ ആകുലതകൾ നേരിട്ടേക്കാം, ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങൾ വന്നേക്കാം.
കുറെ നാളായി പ്രാർത്ഥിക്കും തോറും കയ്യിൽ നിന്ന് വിഷയങ്ങൾ ചോർന്നു പോകുന്നു എന്ന് തോന്നിയേക്കാം. ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ആകുലപ്പെട്ടേക്കാം. ആകുലതയിൽ വെച്ച് ആത്മീകം അവസാനിപ്പിക്കരുത്. അതിനെത്ര പേരൊരു സ്തോത്രം പറയും? 1-ാം അധ്യായം ആകുലതയുടെ അധ്യായമാണെങ്കിൽ ആകുലതയിൽ വെച്ച് ആത്മീകം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ സ്തോത്രഹല്ല 2-3 അധ്യായം ഉണ്ടാകില്ലായിരുന്നു. സ്തോത്രം. കൊത്തളത്തിന് അഥവാ കാവൽ മാടത്തിനകത്ത്, അദ്ദേഹത്തിന്റെ വാച്ച് ടവറിനകത്ത് അദ്ദേഹം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നു, എനിക്കൊരു മറുപടിയില്ലേ? ആ ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനാ മുറിയിൽ മറുപടി തരും. ഹല്ലേലൂയ. 2-ാം അധ്യായത്തെ സ്തോത്രം കൊത്തളം എന്നെഴുതിയിരിക്കുന്ന വാക്കിനെ നമുക്കൊന്ന് ആത്മീകവൽക്കരിച്ച് പഴയ മലയാള വാക്കിനെ പുതിയ ലിപിയിലേക്ക് കൊണ്ടുവരാം. സ്തോത്രം. ഹല്ലേലൂയ. അത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ടവറാണ്. സ്തോത്രം. 1-ാം അധ്യായത്തിനകത്ത് ചുറ്റുവട്ടത്ത് എവിടെയൊക്കെയോ കലുഷിതമായ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ അതിൻ്റെ മറുപടി കോടതിയിലല്ല, അതിൻ്റെ മറുപടി കുടുംബ കമ്മിറ്റിയിലല്ല, അതിൻ്റെ മറുപടി പ്രാർത്ഥനാ മുറിയിലാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു, ഈ മാർച്ച് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഈ മാസം പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്ത് ദൈവദാസന്മാർ സമയം വേർതിരിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മീകത്തെ ചുറ്റുവട്ടത്ത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, പലരും വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ. ഈ മാസം എൻ്റെ അറിവിൽ പരീക്ഷാ മാസമാണ്. സാധാരണഗതിയിൽ പരീക്ഷാ മാസങ്ങളിലൊക്കെ അമ്മമാര് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ സമയം വേർതിരിക്കുന്നതിന് വ്യത്യസ്തമായി ഈ കൊല്ലം എന്തുകൊണ്ടോ ഒരുപാട് സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന നടക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്നു. ഈ മാസം ദൈവത്തിന്റെ സന്നിധിയിൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയ്ക്ക് അധികം സമയം വേർതിരിച്ചാൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രാർത്ഥന ഗോപുരം ഒന്നും പണിയാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് മറുപടി വരുന്ന മാസമാണ് ഇത്. നിങ്ങളുടെ ജീവിതത്തിലെ 2-ാം അധ്യായമാണ്. യേശുവിന്റെ നാമത്തിൽ 1-ാം അധ്യായത്തിലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ ആകുലതകൾ 2-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥനാ മുറിയിലെ മറുപടി ലഭിക്കും. 3-ാം അധ്യായത്തിൽ സാഹചര്യങ്ങളെ നോക്കിയല്ല, ദൈവത്തെ നോക്കി തീരുമാനം എടുക്കും. തീരുമാനം വല്ലതും നടക്കണമെങ്കിൽ സാഹചര്യങ്ങളെ നോക്കിയാൽ നടക്കില്ല, ദൈവത്തെ നോക്കിയാലേ നടക്കുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന സാഹചര്യങ്ങളാണ്. മുന്തിരിവള്ളി കാക്കുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റിയല്ല, ആടുമാടുകളുടെ പേരും വെറുപ്പും പറയാൻ പറ്റിയല്ല, അത്തിവൃക്ഷം തളുക്കോയില്ലെന്ന് പറയാൻ പറ്റിയല്ല. അത് നോക്കിയാൽ ഒരിക്കൽ പോലും തീരുമാനം ഉണ്ടാകുകയല്ല. ദൈവത്തെ നോക്കിയിട്ട് പറഞ്ഞു, സ്തോത്രം. ഹല്ലേലൂയ, എൻ്റെ ദൈവം എൻ്റെ ബലമാണ്. അവൻ എൻ്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി. അവൻ എന്നെ ചവിട്ടി താത്തുമെന്നല്ല, ഉന്നതങ്ങളിൽ എന്നെ നടക്കുമാറാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. സ്തോത്രം. ഹല്ലേലൂയ. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വാക്യത്തിനകത്തേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വായിച്ച വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആ വാച്ച് ടവറിനകത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം ജാഗരിക്കുകയാണ്. എന്നോടുള്ള ദൈവത്തിൻ്റെ മറുപടി എന്തായിരിക്കും? 1-ാം അധ്യായത്തിൽ എൻ്റെ ആകുലതയെക്കുറിച്ച് എന്തായിരിക്കും ദൈവം പറയാൻ പോകുന്നത് എന്ന് അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മറുപടി വരുന്നത്. എന്താ മറുപടി? എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാമത്തെ സ്തോത്രം വാക്യം. അത് മൊത്തം മറുപടി നമ്മൾ എടുക്കുന്നില്ല. 3-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. കാത്തിരിക്കുമ്പോൾ, ആവലാതി കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോൾ, ദൈവം മൗനമായി എന്നുള്ള കാരണം കൊണ്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ മറുപടി പറയുന്നു. ദൈവത്തിന്റെ മറുപടി എന്താ? ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. സ്തോത്രം. നമുക്കതിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാം. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാം: അവധി വെച്ച ദർശനങ്ങൾ. സ്വർഗത്തിലെ ദൈവം ചില ദർശനങ്ങൾക്ക് അവധി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ദൈവം പറഞ്ഞു, നീ ആകുലപ്പെട്ടിട്ട് കഥയില്ല, നീ പിടച്ചിട്ട് കഥയില്ല, നീ വഴക്കുണ്ടാക്കിയിട്ട് കഥയില്ല, നീ വെപ്രാളം കാണിച്ചിട്ട് കഥയില്ല. ഞാൻ ചില ദർശനങ്ങൾക്ക് അവധി വെച്ചിരിക്കുകയാണ്. ദൈവത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ചില കാര്യങ്ങൾക്ക് അവധി വെക്കും. അവധി വെക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക എന്നല്ല അർത്ഥം. സ്തോത്രം. ഇല്ലാതെയാകുക എന്നല്ല അർത്ഥം. പിന്നെ അതിന് മറ്റൊരു സ്തോത്രം. ഹല്ലേലൂയ, അപ്പോയിന്റ് ഡേ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. വേറൊരു ദിവസത്തേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു, ഒരു അപ്പോയിൻറ്റഡ് ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം മറ്റൊരു ദിവസത്തേക്ക് അത് നിശ്ചയിച്ചിരിക്കുന്നു. അതിനർത്ഥം നിശ്ചയമില്ലാതെ പോയി എന്നല്ല, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു.
തിരിച്ചു പറഞ്ഞാൽ, കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞാൽ, ഇന്നത്തെ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ദൈവം അവധി വെച്ച പല ദർശനങ്ങളും നിങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് കയ്യിലിരിക്കുന്നത് സ്തോത്രം ഒരുപക്ഷെ എപ്പോഴാണെന്ന് പറയാനൊക്കെയല്ല. അവൻ്റെ അവധി ദൈവമായ കർത്താവ് ഒരുക്കുന്നത്. അവധി ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് കിടക്കുന്ന വാക്ക് ദൈവം പറഞ്ഞ അവധിയുടെ ഉറപ്പാണ്. എന്താ പറഞ്ഞത്? ഞാനൊരു അവധി വെച്ചിരിക്കുകയാണ്. അവധി വെച്ചതുകൊണ്ട് അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അവധി വെച്ചിരിക്കുക. അത് അവധി വെച്ചിരിക്കുമ്പോൾ അതിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്തോത്രം, ഇന്ന് റെഡിമെയ്ഡിൻ്റെ കാലമാണ്. നിങ്ങളൊരു ചുരിദാറോ ഒരു ഷർട്ടോ തയ്ക്കാൻ വേണ്ടി തയ്യൽക്കാരൻ്റെ അടുക്ക് കൊണ്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു അവധി പറയും. അങ്ങനെയല്ലേ? സ്തോത്രം. നിന്ന് തന്നെ തയ്ച്ചുകൊണ്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ തയ്ച്ചാൽ ശരിയാവുമെന്നും തോന്നുന്നില്ല. പിന്നെ എന്തു ചെയ്യും? തുണി കൊണ്ട് കൊടുത്തിട്ട് എന്ന് തരുമെന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ ഡേറ്റ് പറയും. സ്തോത്രം. ഒരവധി പറയും. ആ അവധി പറഞ്ഞ ദിവസം അവിടെ ചെല്ലുമ്പോൾ നമുക്കത് സ്തോത്രം നമ്മുടെ അളവിൽ, നമ്മൾ പറഞ്ഞ പോലെ, നമ്മൾ പറഞ്ഞ ഡിസൈനിൽ തയ്ച്ചു തരും. അവധിക്ക് മുമ്പ് നിങ്ങൾ എല്ലാ ദിവസവും ചെന്നാൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? സ്തോത്രം. നിങ്ങൾ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം ചെല്ലുകയാണ്, നമ്മുടെ തുണി അവിടെ എന്ന് ചോദിച്ചാൽ അലമാരിക്കകത്ത് തുണി ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നും. സ്തോത്രം. അത് എടുത്തില്ലെന്ന് ചോദിച്ചാൽ അന്നേരം പറഞ്ഞു, നിങ്ങൾക്കൊരു അവധി വെച്ചിട്ടുണ്ട്, അന്ന് വാ ചേട്ടൻ, എല്ലാ ദിവസവും രാവിലെ അവിടെ വരണ്ട. 2 ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നിങ്ങളുടെ തുണി അയാൾ മേശപ്പുറത്തിട്ട് വലിയ കത്രിയും കൊണ്ട് കണ്ടം പിണ്ടം മുറിക്കുകയായിരിക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് അറ്റാക്ക് വരും. കാരണം എന്താ? സ്തോത്രം, നിങ്ങൾക്ക് സഹിക്കുകയില്ല. സ്തോത്രം. അവധി വെച്ച ദിവസത്ത് ചെന്നാൽ നിങ്ങൾക്കിതൊന്നും കാണേണ്ട വരികയില്ല. അവധി പറഞ്ഞ ദിവസത്ത് ചെന്നാൽ അന്ന് ചെല്ലുമ്പോഴേക്കും നിങ്ങൾ കൊടുത്ത അളവിൽ ആ സാധനം തയ്ച്ച് തേച്ച് മടക്കി നിങ്ങളുടെ കയ്യിൽ തരും. സ്തോത്രം. ഇതുപോലെ സ്വർഗത്തിലെ ദൈവം ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പല കാര്യങ്ങളും ദൈവം മറന്നതല്ല. നിങ്ങളുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും ദൈവം എടുത്ത് ചുരുട്ടിക്കൂട്ടിക്കളഞ്ഞതല്ല. ദൈവം അതിന് അവധി വെച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ അങ്ങനെ ഒന്നുണ്ടെന്ന് വേദപുസ്തകത്തിലെ പല വാക്യത്തിൽ നിന്ന് കാണിച്ചു തരാം. അവധി വെക്കുക ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദിവസത്തേക്ക് വിഷൻ, ദർശനം എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ വിചാരിക്കുന്നതിന് പോലെ രാത്രി 2 മണിക്ക് ശേഷം ഉറയും കിടക്കുമ്പോൾ കണ്ട പാമ്പിനെയോ പഴുതാരിയോ പാവയ്ക്കോ കണ്ടതിനെക്കുറിച്ചല്ല വേദപുസ്തകത്തിൽ പറയുന്നത് കേട്ടോ. സ്തോത്രം. അങ്ങനെ പറഞ്ഞത് പാസ്റ്ററെ, ഒത്തിരി പേര് ചോദിക്കും, പാസ്റ്ററെ ഇന്നലെ രാത്രി കിടന്നപ്പോൾ 2 മണിക്ക് സ്തോത്രം, ഹല്ലേലൂയ, പാവയ്ക്ക കണ്ടു, മുരിങ്ങാക്ക കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതിനകത്ത് അതിൻ്റെ അർത്ഥം ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്കറിയില്ല. അത് കാണിച്ചവരോട് തന്നെ ചോദിക്കുക, എന്നെ ഈ കാണിക്കുന്നത് വല്ലവരോടും ചോദിക്കാതെ സ്തോത്രം കാണിച്ചവരോട് ചോദിക്കായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ദർശനം എന്ന വാക്ക്, വിഷൻ എന്ന വാക്ക്, സ്തോത്രം, അല്ലെങ്കിൽ വിഷണറി എന്ന് പറയുന്ന ഒരാളുണ്ട്. ചില ആളുകളെക്കുറിച്ച് പറയില്ലേ, എൻ്റെ ദാർശനികനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ആ വാക്കിൻ്റെ ശരിക്കുമുള്ള വേദപുസ്തകത്തിൻ്റെ അർത്ഥം ഒരു സ്വപ്നം കണ്ടു എന്നല്ല. ഞാനീ പറഞ്ഞാൽ എന്തെങ്കിലും സ്തോത്രം ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അപമാനിക്കുക കളിയാക്കുകയോ ചെയ്യാം. അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ടാക്കാം, ശരിയായിരിക്കാം. സ്തോത്രം. അപ്പം എന്തെങ്കിലും ഒരു രാത്രി ഒരു സ്വപ്നമോ ഏതോ സംഭവം കണ്ടു എന്നുള്ളതല്ലേ അർത്ഥം. ദർശനം, വേദപുസ്തകം പറയുന്ന വിഷൻ എന്ന വാക്കിന് ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ് അർത്ഥം. പല അർത്ഥങ്ങൾ കണ്ടേക്കാം. ദൈവത്തിൻ്റെ പ്ലാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് പണിയാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ പണിയാൻ പോകുന്നത് ഒരു 80 ലക്ഷം രൂപ വില വരുന്ന സ്തോത്രം ഒരു 12 സെൻറ്റ് സ്ഥലത്തിനകത്ത് അങ്ങനെ പണിയാൻ പോകുന്നൊരു വീടാണെന്ന് വിചാരിച്ചു. നിശ്ചയമായും 80 ലക്ഷം രൂപ മുടക്കി പണിയാൻ പോകുന്നൊരു വീടിൻ്റെ പണിയുടെ തുടക്കത്തിൽ നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെ പോയി കാണും, ഒരു എൻജിനീയറെ പോയി കാണും. എന്നിട്ട് അദ്ദേഹം തരുന്ന ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിനാണ് അത്രയും പൈസ മുടക്കി വീട് പണിയുള്ളൂ. സ്തോത്രം. നിങ്ങളുടെ പഴയ മുറിയുടെ ഒരു മുറിയോട് കൂട്ടിപ്പിടിക്കാൻ, ഒരു ബാത്റൂമോടെ ചേർത്ത് പിടിക്കാനാണെങ്കിൽ ചിലപ്പോൾ ആർക്കിടെക്റ്റിനെ ഒന്നും കാണുകയല്ല. അതെവിടെന്നെങ്കിലും തിരുവനന്തപുരത്ത് നിന്നൊരു മേശിനെ വിളിച്ചിട്ട് സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൂട്ടിപ്പിടിച്ച് തരാൻ പ്രത്യേകിച്ചും വേണ്ട. പക്ഷെ ഇത്രയും പൈസ മുടക്കി സ്തോത്രം മനോഹരമായിരിക്കുന്നൊരു വീടിന് പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1 മാസം എടുത്ത് അദ്ദേഹം ആ ഭൂമി വന്ന് കണ്ട് ഭൂമിയുടെ കിടപ്പനുസരിച്ച് ഒരു പ്ലാൻ കയ്യിൽ തരും. ആ പ്ലാനിനകത്തുണ്ട് എത്ര മുറിയുണ്ട്, ആ ഭിത്തിക്ക് എത്ര വലിപ്പമുണ്ട്, കട്ടിലയ്ക്ക് എത്ര വീതിയുണ്ട്, സ്തോത്രം, അടുപ്പിൻ്റെ പാതകത്തിന് എത്ര ഉയരമുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇതുപോലെയാണ് വേദപുസ്തകം പറയുന്ന ദർശനം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനുകളാണ്.
നമ്മുടെ മോഹങ്ങളല്ല ദർശനം, അതൊക്കെ സ്വപ്നങ്ങളായി വന്നേക്കാം. നമുക്ക് ആഗ്രഹമുണ്ട് പല കാര്യങ്ങൾ, അത് പലപ്പോഴും എന്തായി വരും? സ്വപ്നങ്ങളായി വന്നേക്കാം പലതും. പക്ഷെ വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന കുറേ സ്വപ്നങ്ങളല്ല, ഡ്രീംസ് അല്ല, കുറേ ആഗ്രഹങ്ങളല്ല. ഹല്ലേലൂയ. വിഷൻ എന്ന് പറയുന്നത് നിന്നെക്കുറിച്ചോ, നിന്റെ ശുശ്രൂഷയെക്കുറിച്ചോ, നിന്റെ മക്കളെക്കുറിച്ചോ, നിന്റെ നാളുകളെക്കുറിച്ചോ, നമ്മുടെ സഭയെക്കുറിച്ചോ ദൈവത്തിൻ്റെ പ്ലാനാണ് വിഷൻ. വിഷനറി എന്ന് പറയുന്ന ഒരാള്, ദൈവത്തിൻ്റെ പ്ലാൻ കയ്യിൽ കിട്ടിയ ആളിനെ വിളിക്കുന്ന പേരാണ് ദാർശനികൻ, ദർശകൻ. സ്തോത്രം. ഹല്ലേലൂയ. കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്ലാനുകൾ പദ്ധതിയിട്ട് തരും. അത് ദൈവത്തിൻ്റെ പ്ലാൻ. അത് സ്വപ്നത്തിൽ കാണണമെന്നൊന്നുമില്ല, ദർശനത്തിൽ കാണണമെന്നൊന്നുമില്ല. അത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിയുടെ നിശബ്ദതയിൽ നമ്മുടെ മനോമൃഗത്തിലെ സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്തോത്രം ഹല്ലേലൂയ, ആ മനസ്സിൻ്റെ ഒരു നിലവാരത്തിൽ അത് സ്വപ്നമായിട്ട് ബുദ്ധിമണ്ഡലത്തിൽ കാണണമെന്നൊന്നുമില്ല. നമുക്ക് ബോധ്യപ്പെടുകയാണ് ദർശനം. മനസ്സിലാവുന്ന? ഹല്ലേലൂയ. വെണ്ണിക്കുളത്തൊരു ചർച്ചിന് വേണ്ടി 22 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വരുമ്പോൾ തത്വത്തിൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെ ഒരു സ്വപ്നത്തിലൂടെയൊന്നും ഒരു കാര്യങ്ങൾ പോലും ഈ കാണുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ എൻ്റെ അകത്തൊരു ഉറപ്പുണ്ടായിരുന്നു. പലരും നിരുത്സാഹപ്പെടുത്തുമ്പോൾ, പല പ്രതികൂലങ്ങൾ വരുമ്പോൾ, പല പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ അകത്തൊരു ഉറപ്പുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ എന്തോ പദ്ധതി ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് കൃത്യമായി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ വലിയൊരു കാര്യപരിപാടിയുടെ പദ്ധതി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം സ്വപ്നത്തിലൂടെയല്ല, ആത്മാവിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തരും. അങ്ങനെ നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു സ്വപ്നം കണ്ടിട്ടേ, ഒരു ദർശനം കണ്ടിട്ടേ ഒരു പ്രവാചകൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ പാവിരിച്ചിരുന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടേ സ്തോത്രം നിങ്ങൾക്ക് ഈ കാര്യം ബോധ്യപ്പെടുമെന്ന് ശഠിക്കരുത്. നിങ്ങൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ബോധ്യം തരും. നീ ഒരു സാധാരണക്കാരനല്ല, നീ ഒരു സാധാരണക്കാരിയല്ല. നിന്റെ പ്രാർത്ഥന കൂടി വരുമ്പോൾ സ്വർഗം പ്ലാൻ ചെയ്യും. ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് ഞാൻ നിന്നെ ചേർത്തിരിക്കുന്നു, ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അതൊരു ബോധ്യമാണ്, അവിടെ മനസ്സിനകത്ത് കിട്ടുന്ന ഒരു ഉറപ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതത്തെക്കുറിച്ച്, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നിങ്ങൾ ചെയ്തു പോരുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അധികം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു ഉറപ്പ് തരും. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടാ ദാവീദൊക്കെ ചില വാക്കുകൾ പറയില്ലേ? സ്തോത്ര, വാക്യതാണ്, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തിയെ. ഇതാര് പറഞ്ഞ അയാളോട്? നാഥാൻ പറഞ്ഞതാണോ? ദാൻ പറഞ്ഞതാണോ? അല്ല. ശൗൽ അവനോട് കൂടെ പറയും, നിന്നെ ഞാൻ കൊല്ലും, നിന്നെ ഞാൻ ജീവിപ്പിക്കത്തില്ല, നിന്നെ ഞാൻ സ്തോത്ര ഹല്ലേലൂയ ഇല്ലാതാക്കും. ഗോലിയാത്ത് അവനോട് പറഞ്ഞു, നീ എൻ്റെ നേരെ വരാൻ, ഒരു നായെപ്പോലെ വരാൻ ഞാൻ എന്താ നായാണോ? നിന്നെ ഇന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ദാവീദ് അവൻ്റെ മനസ്സിൽ പറഞ്ഞു, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരിക്കും, എൻ്റെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ പങ്കാളിയാണ് ഞാൻ. അതുകൊണ്ട് അതാരും പ്രവചിച്ചതല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് തെളിഞ്ഞു വന്ന ദർശനമാണത്. ഹല്ലേലൂയ. സ്തോത്രം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും സ്തോത്രം എന്ന് ഞാൻ ധൈര്യത്തോടെ പറയും. ഇതാര് പറഞ്ഞ അയാളോട്? ആര് പറഞ്ഞ? ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് ആര് പറഞ്ഞതാ? സ്തോത്രം. വീട്ടിൽ യോഗം വെച്ച് 500 രൂപ കൊടുത്തിട്ട് പ്രവചനെ കൊണ്ട് പറയിപ്പിച്ചാണോ? അല്ല. പിന്നെ ആര് പറഞ്ഞത്? ഇവിടെ വിഷനാണത്, ഇവിടെ ദർശനമാണത്. നിങ്ങളെല്ലാവരും കൂടി എന്നെ സ്തോത്രം കൊത്തി എരിഞ്ഞ് കാക്കയ്ക്കിട്ട് കൊടുക്കാൻ നോക്കിയാലും മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്യാനില്ല. കാരണം എൻ്റെ കയ്യിൽ ദൈവം ചില പ്ലാനുകൾ തന്നിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടി ചില പ്ലാനുകൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ച് ഒരു പ്രാവശ്യം മാത്രം അടുത്ത് കണ്ട അബീഗയിൽ എന്ന് പറയുന്ന വിവേകമുള്ളൊരു സ്ത്രീ ദാവീദിനോട് പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ? ആ വാക്കിതാണ്, യജമാനനെ, യഹോവയുടെ യുദ്ധമല്ലോ നീ ചെയ്യുന്നത്. സ്തോത്രം. മനസ്സിലായോ?
ഫിലിസ്തീനോട് കയറി പോരാടുകയും അമാലേക്യരോട് മല്ലടിക്കുകയും ചെയ്യുന്നത് ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല, നീ ചെയ്യുന്നത് യഹോവയുടെ യുദ്ധമാണ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് സ്തോത്രം കൊണ്ടുവരാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഭൂമിയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ എന്ന കാഴ്ചപ്പാട്. അതാണ് ദർശനം. അതിന്ന് പകൽ എത്ര പേർക്കുണ്ട്? നിങ്ങൾക്കെതിരെ സാത്താനുണ്ടോ? നിങ്ങൾക്കെതിരെ പോരാട്ടമുണ്ടോ? നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ കുത്തിപ്പിടിച്ച് പ്രാകുന്നുണ്ടോ? ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷൻ എന്താണ്? നിങ്ങളുടെ പ്രശ്നം എന്താന്നുള്ളതല്ല വിഷയം. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടം എന്താന്നുള്ളതല്ല വിഷയം. നിങ്ങൾക്ക് എത്രത്തോളം പ്രയാസം ഉണ്ടെന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ ദർശനം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു വിഷൻ ഉണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ആരും പറയാനില്ല ഇദ്ദേഹത്തോട്. സ്തോത്രം. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ ഹൃദയംഗമായിട്ട് ചുമ്മാ എന്താ ഒരു ബ്ലണ്ടർ അങ്ങ് പറയുകയല്ല. ഞാൻ സ്തോത്രം, അത് ദൈവാത്മാവിൽ അദ്ദേഹം മനസ്സിലാക്കിയാണ് മനുഷ്യൻ എന്നോടൊന്നും ചെയ്യുകയില്ല. അതൊരു അഹങ്കാരമാണോ? വെണ്ണിക്കുളം കവല ഇറങ്ങിയതുകൊണ്ട് ഞാൻ പറയുകയാണ് വെണ്ണിക്കുളംകാരോട്, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാനില്ല, ചുക്കുന്നുള്ള വാക്ക് ക്ഷമിക്കണേ, മലയാളം അങ്ങനെ പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു അഹങ്കാരം. അതാണോ ഈ വാക്ക്? അല്ല. അയാൾ സ്തോത്രം ദൈവസന്നിധി പറയുകയാണ്, ആരൊക്കെ സംഘം ചേർന്നാലും, കിരീടം ഉള്ളവനോ കിരീടം ഇല്ലാത്തവനോ അധോലോകനോ അല്ലെങ്കിൽ അല്ലാത്തവനോ ആര് ചേർന്നാലും മനുഷ്യൻ എന്നോടൊന്നും ചെയ്യാനില്ല. ഇത് അദ്ദേഹത്തിന് കിട്ടിയ വിഷനാണ്. കാരണം എൻ്റെ കയ്യിൽ ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ അത് ആത്മീകമാകട്ടെ ഭൗതികമാകട്ടെ ആ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെൻ്റെ കയ്യിൽ ദൈവമായ കർത്താവ് എന്നെ ഒരു ദാർശനികനായി ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുകയാൽ ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ കുലുങ്ങിപ്പോകയില്ല, ഞാൻ മരിക്കുകയില്ല, ഞാൻ വീണു പോകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല എന്നൊക്കെ, ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്നൊക്കെ അദ്ദേഹം പറയാൻ കാരണം ചുമ്മാ ഹല്ലേലൂയ ആരോ പ്രസംഗിച്ച് പോസിറ്റീവ് തിങ്സ് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞതിന്റെ വെളിച്ചം ല്ല അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. നല്ല സ്തോത്രം പറ കർത്താവിന്റെ സന്നിധി. നമ്മുടെ അടുക്കൽ ദൈവദാസന്മാരെ പറഞ്ഞയച്ച ഓരോ പ്രസംഗത്തിലും നമ്മളെ വലിയ സ്തോത്രം ഹല്ലേലൂയ എന്താ പറയുക സ്തോത്രം വലിയ വലിയ 5ന്റെ കട്ടി കൊണ്ട് ഇടിക്കുന്നത് പോലത്തെ ശബ്ദത്തിൽ നമ്മളോട് മനുഷ്യൻ നിന്നോട് ഒന്നും ചെയ്യില്ലെന്ന് പറയുമ്പോൾ ഇവിടെ ഇരുന്ന് ഹല്ലേലൂയ പറയും, പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും എൻ്റെ കാര്യം പോക്കാണ്, എൻ്റെ കുഴപ്പം വിഷൻ ഇല്ലാത്തതാണ്. സ്തോത്രം. ആ വാക്കിനെ നിങ്ങൾ നന്നായി പഠിക്കണം. രാത്രി കിടന്ന് കാണുന്ന സ്വപ്നമല്ലാതെ നമ്മളെക്കുറിച്ച് നമുക്കുള്ള കാഴ്ചപ്പാട്, എന്നെ എന്തിന് ദൈവം വേർതിരിച്ചു എന്നുള്ള കാഴ്ചപ്പാട്, ഞാൻ എന്തിന് വെണ്ണിക്കുളത്ത് വന്നു എന്നുള്ള കാഴ്ചപ്പാട്, എന്നെ ദൈവം ഒരു ശുശ്രൂഷ എന്തിന് തന്നു എന്നുള്ള കാഴ്ചപ്പാട്, എൻ്റെ മുമ്പിൽ ഈ വെള്ളിയാഴ്ച ഇത്രയും പേരെ എന്തിനാ, നിങ്ങൾ വളരെ ദൂരത്തുനിന്ന് വന്നു, എൻ്റെ മനസ്സിനകത്ത് നിങ്ങളെ എന്തിനാണ് ഈ ഹോളിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്, സ്തോത്രം എന്നെ എന്തിനാണ് സ്തോത്രം നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചപ്പാട് എൻ്റെ അകത്ത് വരുന്നതാണ് വിഷൻ. സ്തോത്രം ഹല്ലേലൂയ. അതിന് ദൈവമായ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവെന്നെ സഹായിക്കുക അങ്ങനെ ഒരു വിഷനിലേക്ക് വരികയാണ്. സ്തോത്രം. അത് ഓരോരുത്തർക്കും ഉണ്ടാവണം. ദർശനമില്ലാത്തിടത്ത് സ്തോത്രം വാസ്തവത്തിൽ തകർച്ചകളാണ് സംഭവിക്കുന്നത്. പ്ലാനില്ല. നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു അടിസ്ഥാനപരമായിരിക്കുന്ന കാഴ്ചപ്പാടാണ്. അത് ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കുകയല്ല, നമ്മളൊരു സ്ക്രീനിൽ കാണുന്ന പോലെ കാണുകയല്ല. നമ്മുടെ അന്തരാത്മാവിൽ ദൈവാത്മാവ് ഉറപ്പ് തരികയാണ്. സ്തോത്രം ഹല്ലേലൂയ. ആ ബോധ്യം തരികയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട്, അങ്ങനെ വാക്യമല്ലേ? എന്ത് നോക്കിയേ? സ്തോത്രം ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിനകത്താണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? എന്താ 16-ാം വാക്യം? ആത്മാവ് നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. വാക്കുകളും ഭാഷണവും ഇല്ല, ഒരു സാക്ഷ്യം വരികയാണ്. ആരാണ് സാക്ഷ്യം പറയുന്നത്? ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ. നമ്മുടെ ആത്മാവിനോട്. ഏതാത്മാവാ? ചത്തുപോയ അമ്മച്ചിയുടെ ആത്മാവാണോ? അത് വരികയല്ല. സ്തോത്രം. പിന്നെ ഏതാത്മാവാ? നമ്മുടെ ആത്മാവോട് കൂടെ. ആദ്യം മറ്റേ ആത്മാവല്ലേ സാക്ഷ്യം പറയുന്നേ. നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു സാക്ഷ്യം പറയുകയാണ്. എന്താ സാക്ഷ്യം? നാം
നാം മക്കളെങ്കിലോ. അല്ലല്ല, ആ മറ്റേ വാക്യം തന്നെയാണ് കാര്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന്, ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും. എന്താ സാക്ഷ്യം പറയുന്നത്? നീ ആരാന്നറിയാമോ? നീ ദൈവത്തിന്റെ മോനാണ്, നീ ദൈവത്തിന്റെ മോളാണ് എന്ന ആത്മാവ് നമുക്കൊരു സാക്ഷ്യം തരികയാണ്. നമ്മളൊരു വലിയ പ്രശ്നത്തിന് മുമ്പിലേക്ക് ചെല്ലുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പ്രശ്നത്തിന് മുമ്പിലേക്ക് ചെല്ലുമ്പോൾ വലിയ കാര്യം പറയണ്ട, നമ്മളൊരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ്. അങ്ങനെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്താകും അറിയില്ല, ജീവിതത്തെക്കുറിച്ചൊരു ഭാവി പ്രത്യാശ, ആഗ്രഹം ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ സ്തോത്രം, പതുക്കെ നിന്റെ ഹൃദയം പടയ്ക്കുന്ന സമയത്ത് നിന്റെ അകത്ത് ദൈവാത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് പ്രവാചകനില്ല, പാസ്റ്ററില്ല, ആരുമില്ല. പക്ഷെ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ആത്മാവിനോട് പറയും, നീ പടയ്ക്കാതിരിക്കുക, നീ ആരാന്നറിയാമോ? നീ ദൈവത്തിന്റെ മോളാണ്, നീ ദൈവത്തിന്റെ മോനാണെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ദൈവാത്മാവ് സാക്ഷ്യം പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സാക്ഷ്യം ഒരു വിഷനാണ്, ആ സാക്ഷ്യം ഒരു ഉറപ്പാണ്. ആ സാക്ഷ്യം കിട്ടിയവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആകുലതയോടെ വന്നിരിക്കുന്നവരോട് ദൈവം മിണ്ടുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ല, എന്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ കുറെ നാളായിട്ട് അലയുകയാണ്, എന്നീ ആകുലത തീരൂ, എന്നീ ഭാരം തീരൂ എന്നുള്ള ചോദ്യവുമായി ഹബക്കൂക്ക് പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പകല് ഞാൻ ദൂത് പറയുന്നു. അവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, നിനക്കെതിരെ പോരാട്ടം ഉണ്ടെന്നല്ല, നിനക്കെതിരെ നാലാം വേദമുണ്ടെന്നല്ല, ആ വിചാരമുണ്ടെന്നല്ല, എന്തുണ്ടെങ്കിലും നീ ദൈവത്തിന്റെ മോനാണ്. ബൈബിളിന്റെ റൈറ്റ് റൂട്ടിലേക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് എത്തുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണോ, ദൈവത്തെ സ്തുതിക്കണോ. നിനക്ക് പ്രശ്നമുണ്ട് എന്ന് സാക്ഷ്യം പറയുന്ന ആത്മാവല്ലത്, നീ ദൈവത്തിന്റെ മോനാണെന്ന് സാക്ഷ്യം പറയുന്ന ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരോടെ, വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ, പരിശുദ്ധാത്മ നിറവോടെ വചനപ്രകാരം ജീവിക്കുമ്പോൾ, സ്തോത്രം, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിടത്തോളം കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ, നിനക്കെതിരെ ഒരു സൈന്യം പാളയമിറങ്ങുമ്പോൾ, ആരും നിനക്ക് പക്ഷം പിടിച്ചൊന്നും പറയാനില്ലാതിരിക്കുമ്പോൾ, ആ സമയത്ത് ഒരുപക്ഷെ ദൂത് കേൾക്കാൻ വേണ്ടി ആരുടെങ്കിലും അടുക്ക പോയിരുന്നാലും ചിലപ്പോൾ ശരിയായെന്നിരിക്കുകയല്ല. പക്ഷെ നിന്റെ അകത്ത് ദൈവാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവ് ആ സമയത്ത് നിന്റെ അകത്തെ മനുഷ്യന് കാഴ്ചപ്പാട് കൊടുക്കും. നീ പേടിക്കാതിരിക്കുക, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. ഇന്ന് പകലിൽ ഭാരം കൊണ്ട് വന്നിരിക്കുന്നവരോട് പറയാൻ കൂടുതലൊന്നും എൻ്റെ കയ്യിലില്ല. ഭാരമല്ല വലുത്, നിന്റെ വിഷയമല്ല വലുത്, നിനക്ക് പ്രതിയോഗി ഉണ്ടെന്നുള്ളതല്ല വലുത്, നിനക്ക് പോരാട്ടം ഉണ്ടെന്നുള്ളതല്ല വലുത്. ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആ ഒരു ഉറപ്പ്, ആ ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടാണ് വാസ്തവത്തിൽ നമ്മുടെ അകത്ത് കിടക്കുന്ന വിഷൻ. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം. ചിലപ്പോൾ സ്തോത്രം ദർശനമായിട്ട്, സ്വപ്നമായിട്ടൊക്കെ ചിലപ്പോൾ അത് വെളിപ്പെട്ടുന്നിരിക്കാം. ചിലപ്പോൾ ആ കാര്യം പ്രവചനത്തിലൂടെ റിമൈൻഡ് ചെയ്യുന്നിരിക്കാം. പക്ഷെ ഇതൊന്നുമില്ലെങ്കിലും ആത്മീകനായിരിക്കുന്ന ഒരു മനുഷ്യൻ, യഥാർത്ഥ ക്രിസ്ത്യാനി ഒരു വിഷണറിയാണ്. സ്തോത്രം, മനസ്സിലായോ? ദാനിയേലോ യെശയ്യാവോ മാത്രമാണ്, അതൊക്കെ എൻ്റെ അൾട്ടിമേറ്റ് ലെവൽ ദർശനം എന്ന് വിചാരിക്കരുത്. ഒരു ദാർശനിക ജീവിതമില്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റിയല്ല. കാരണം എന്താ? ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ മനസ്സിനകത്ത് കയറണം. എന്നെ എന്തിന് ദൈവം വിളിച്ചു? ഞാൻ എന്തിന് വേർപെട്ടു? ഞാൻ എന്തിന് കൂട്ടുകാരുടെ കൂടെ ആഘോഷത്തോടെ ജീവിക്കാവുന്ന ഞാൻ എന്തിന് പത്യം നോക്കി ജീവിക്കുന്നു? നാസീർ വ്രതമുള്ള ശിംശോനോടും ശ്രോത്രാലും ഈ കാര്യം പറഞ്ഞപ്പോൾ ആ മകൻ പലതും ഒഴിവായി ജീവിക്കേണ്ടവനാണ്. അപ്പം അവൻ ആ ഉള്ളിൽ ആ കാഴ്ചപ്പാട് കിട്ടണം. ഉള്ളിൽ കാഴ്ചപ്പാട് കിട്ടിയില്ലെങ്കിൽ അവൻ എന്നും വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, എനിക്ക് മുന്തിരിയുടെ ജ്യൂസ് വേണം, എനിക്ക് ശ്രോത്രാലും തലമുടി വെട്ടണം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും. പക്ഷേ ഉള്ളിൽ ദർശനം കിട്ടിയവന് മുന്തിരിയുടെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് മനസ്സിലായി എന്താന്ന്. ആ വ്രതത്തിനകത്ത് നിങ്ങൾ ശ്രോത്രം ഇതിനകത്ത് ഉച്ചയ്ക്ക് ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞാൽ എന്തിനാന്ന് വിചാരിക്കും. നാസീർ വ്രതമുള്ളവൻ മുന്തിരിയുടെ അരി പോലും അടുപ്പിക്കാൻ ഒരു ഒത്തിരി ഡിമാൻഡുണ്ട്.
ഇപ്പം ആ ദർശനമകത്ത് കയറിക്കഴിഞ്ഞാൽ കംപ്ലൈൻ്റ് ഇല്ല. അപ്പം അകത്ത് ആ വിഷൻ വരും. അതല്ല ഇന്നത്തെ വിഷയം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദർശനത്തിൻ്റെ പ്രത്യേകത അത് ദൈവത്തിൻ്റെ പ്രൈവസിപ്പെട്ട കാര്യമാണ്. നമ്മൾ പലരും നോക്കിയാൽ ചിലപ്പോൾ നടക്കുകയില്ല. ദൈവത്തിൻ്റെ ഏകാധിപത്യത്തിൽപ്പെട്ട കാര്യമാണ്. ദൈവം ചില സന്ദർഭത്തിലൊക്കെ അതിന് അവധി വയ്ക്കും. ദൈവത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അവധി വയ്ക്കുക എന്നുള്ളത്. ഒന്ന് രണ്ട് വാക്യം വേണമെങ്കിൽ വായിച്ചേക്കാം അവധി വയ്ക്കലിനെ കുറിച്ച്. ഒരു വാക്യം വായിച്ചേക്കാം. ഗലാത്യലേഖനത്തിലെ വാക്യം ആദ്യം വായിച്ചേക്കാം. ഗലാത്യലേഖനം 4:2 എഴുതിയിരിക്കുന്നത്. 4:2. ഗലാത്യലേഖനം 4:2 എഴുതിയിരിക്കുന്നത്. ഗലാത്യർ 4:2. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. കേട്ടോളണം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറയുകയാണ്, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല എന്നുള്ള വിശിഷ്ടമായിരിക്കുന്ന സന്ദേശമാണ് 4-ാം അധ്യായത്തിലെ പ്രമേയം. 4-ാം അധ്യായത്തിൽ ഏറ്റവും അധികം ലക്ഷ്യമാക്കുന്നത് 4-ന്റെ 5-ാം വാക്യത്തിലേക്ക് എത്തുമ്പോൾ ആ വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ പുത്രത്വം പ്രാപിക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയവരാണ് വീണ്ടും ജനിച്ച ആളുകൾ എന്ന ബോധ്യം സഭയെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഗലാത്യ സഭകൾക്ക് വേണ്ടി അദ്ദേഹം എഴുതുന്നത് പൊതുസഭയ്ക്ക് വേണ്ടി ദൈവാത്മാവ് ദൂതായി തന്നു. ആ ദൂതിൻ്റെ ഉള്ളടക്കം ഇതാണ്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾ പുത്രത്വം പ്രാപിക്കണം. അതൊരു വലിയ വിഷയമാണ്. പക്ഷെ ഇപ്പം 4-1 കിടക്കുന്നത് പുത്രനല്ല, ശിശുവാണ്. അല്ലേ? അങ്ങനെ അവകാശി സർവത്തിനും യജമാനെങ്കിലും അടുത്തത് ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും പേരുകൾ പറയുന്നുണ്ട്. ഈ അധ്യായത്തിൽ പറയുന്ന കുറെ പേരുകളുണ്ട്. അവകാശി, ശിശു, യജമാനൻ, ദാസൻ, കുറേ കൂടി ചെല്ലുമ്പോൾ പുത്രൻ. സ്തോത്രം. പിന്നെ അവിടെ വേറെ ഉണ്ട്, ശിശുപാലകൻ. അങ്ങനെ എഴുതിയിട്ടില്ലേ അവിടെ? ഇല്ലേ? ഒരു വാക്കോടെ കാണുമല്ലോ. ശിശുപാലന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാൻ അങ്ങനെ വാക്കില്ലേ? ഉണ്ടോ? ഗൃഹവിചാരകൻ, രക്ഷകന്മാർ കീഴ്പ്പെടുത്തുന്ന ശിശു ആദ്യമാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്. 3:24 വിശ്വാസം നമുക്ക് ശിശുപാലകനായി കണ്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഒരേ പോസ്റ്റാണ് ഈ അധ്യായത്തിനകത്ത്. ശിശുപാലകനുണ്ട്, ഗ്രഹവിചാരകനുണ്ട്, ദാസനുണ്ട്. ഒത്തിരി ആൾക്കാർ പലരുടെ കൈക്കീഴിലാണ്, അല്ലെങ്കിൽ പലരുടെ കയ്യിലാണ് മനുഷ്യൻ എന്നതിനെക്കുറിച്ചൊരു സൂചന തരികയാണ്. തന്ന് വന്നിടത്ത് എഴുതിയിരിക്കുന്നൊരു വാക്കാണ് പിതാവ് നിശ്ചയിച്ച അവധി. അങ്ങനെ ഒരു വാക്കിൽ ഇപ്പോൾ വായിച്ചത്, പിതാവ് നിശ്ചയിച്ച അവധിയോളം. അപ്പോൾ പിതാവിന് എന്താ പരിപാടിയുണ്ട്? അവധി നിശ്ചയിക്കൽ എന്ന് പറഞ്ഞ ഒന്നുണ്ട്. പിതാവ് നിശ്ചയിച്ച അവധിയോടത്തോളം കാലം എന്ത് ചെയ്യണം? രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ എത്രയെന്ന് ഞാൻ പറയുന്നു. നോക്കണം. സ്തോത്രം. ഇപ്പൊ വാക്കിതാണ്, പിതാവ് ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, നിന്റെ പുത്രത്വത്തിൻ്റെ അവകാശം, നിന്നെ ഉപയോഗിക്കാനുള്ള ദൈവത്തിൻ്റെ പ്ലാൻ, അത് ദൈവത്തിൻ്റെ കയ്യിരിക്കുന്ന മാസ്റ്റർ തീമാണ്. അതിൻ്റെ ഒരു വിഷൻ നിനക്ക് തരും. പക്ഷേ വിഷം തരുന്ന അന്ന് തന്നെ, ആ ദൂത് കിട്ടുന്ന അന്ന് തന്നെ നീ അങ്ങനെ ആകണമെന്നില്ല. സ്തോത്രം. ദൈവം അല്ലെങ്കിൽ പിതാവ് ഒരു അവധി നിശ്ചയിക്കും. ആ അവധി വരെ നീ കറങ്ങി നടന്നോളാനല്ല പറഞ്ഞ. പിന്നെ എന്ത് ചെയ്യണം? ആ അവധി വരെ ആർക്കൊക്കെയാ? രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാനൊരു കാര്യം പറയാം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ നടക്കണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും പിടികൊടുക്കാതെ തന്നിഷ്ടപ്രകാരം പോകുമ്പോഴല്ല,
ദൈവം വെച്ചിരിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. ഗ്രഹവിചാരകന്മാർ, രക്ഷകന്മാർ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വെച്ചിരിക്കുന്ന അവധി വരുവോളം അവരുടെ കയ്യിലിരിക്കണം. അത് കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവധി കഴിയുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരും. പുറത്തു കൊണ്ടുവന്നിട്ട് നിന്നെ ദൈവം മാനിക്കും. ദൈവത്തിന്റെ പുത്രത്വത്തിന്റെ അവകാശിയായി സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്താനിടയാകും. 4-ാം അധ്യായത്തിലെ ഭാഗങ്ങളെല്ലാം ഓരോരുത്തരെ വിശദീകരിക്കേണ്ടതാണ്. അല്പമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്വർഗം പറയുന്നു അവധി നിശ്ചയിക്കുന്നൊരു ദൈവമുണ്ട്. പിതാവായ ദൈവം അവധി നിശ്ചയിക്കുമ്പോൾ ആ അവധിക്കാലം സ്തോത്രം ഗ്രഹവിചാരകന്മാർ, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയപ്പോൾ ഓർക്കുന്നുണ്ടോ? അത് എഴുതിയിരിക്കുന്നുണ്ട്. ആരാണ് ഗ്രഹവിചാരകന്മാർ? വീട്ടിൽ ജോലിക്ക് വരുന്നയാളല്ല, വീട്ടിൽ നടത്തിപ്പ് നടത്തുന്നൊരു സെക്രട്ടറി അല്ല. പിന്നെ ആരാ? സ്തോത്രം പൗലോസ് എഴുതി, സ്തോത്രം ഞങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകന്മാരത്രേ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ സഭ ഒരു ഭവനമാണ്. അതിനെക്കുറിച്ച് വിചാരമുള്ള, അവിടുത്തെ ആളുകളെക്കുറിച്ച് വിചാരമുള്ള കാര്യങ്ങളെ നടത്തുന്ന ആളുകൾ, അവരെ വിളിക്കുന്ന പേരാണ് ഗ്രഹവിചാരകന്മാർ. സ്വർഗം വെച്ചിരിക്കുന്ന അവധി വരെയും ആ കൈക്കീഴി താണിരിക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്താണോ അത് അവധിക്ക് വെച്ചിരിക്കുകയാണ്. ആ അവധിയുടെ കഴിയുമ്പോൾ സ്വർഗം എന്ത് പ്ലാൻ ചെയ്തത് നടത്തി തരുമെന്ന് ഹബക്കൂക്കിൽ പറയുന്നു. അത് നിശ്ചയമാണ്. അതുവരെയുള്ള സമയം നമുക്ക് ഇച്ചിരി അസ്വസ്ഥതയുള്ള സമയമാണ്. അവധി വയ്ക്കുന്ന സമയം അസ്വസ്ഥതയുടെ സമയമാണ്. ആ അവധി കഴിയണം. ആ അവധി കഴിയുമ്പോഴാണ് ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു വാക്യം വായിച്ചു നോക്കി. 21-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 21:2 വായിച്ചേ. ഉൽപ്പത്തി 21:2. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്, ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അങ്ങനെ ഒരു അവധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ വാക്യത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അബ്രഹാം ഇറങ്ങി തിരിച്ച് 24 വർഷം കഴിയുമ്പോഴാണ് സാറ ഗർഭിണിയാകുന്നത്? ഇറങ്ങി തിരിച്ച് അന്ന് ദൈവം പറഞ്ഞോ 24 കൊല്ലം കഴിയുമ്പോൾ ഒരു മോനെ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നോ? അങ്ങനെ ഏതെങ്കിലും വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. സ്തോത്രം. 24 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അബ്രഹാം ചോദിക്കുമായിരുന്നു. അബ്രഹാം ഇടയ്ക്ക് ചോദിച്ചല്ലേ, എൻ്റെ കർത്താവേ, യഹോവയായ കർത്താവേ, ഈ ദമ്മശ്ശേക്കുകാരനായിരിക്കുന്ന എലയാസർ തന്നെ ആയിരിക്കുമോ എൻ്റെ അവകാശം എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഇറങ്ങി തിരിച്ചെന്ന് പറയുകയാണ്, അബ്രഹാമേ 25 കൊല്ലം മക്കളില്ലാത്തവനായി നടക്കണം. 25 കൊല്ലം കൊണ്ട് നീ സ്തോത്രം പതുക്കെ നടന്ന് മിക്കവാറും പിള്ളേരുടെ കൂടെ അങ്ങ് സ്തോത്രം കാലിഫോർണിയയിലെത്തും. അവിടെ എത്തിക്കഴിയുമ്പോൾ അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ വെണ്ണിക്കുളത്ത് വെച്ച് ചോദിക്കുമോ? അപ്പം അങ്ങനെ അബ്രഹാമിനോട് പറഞ്ഞിരുന്നില്ല. എന്ത് പറഞ്ഞിരുന്നില്ല? 24 കൊല്ലം കഴിഞ്ഞിട്ടേ മക്കളെ തരുമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ ദൈവം ഒരവധി വെച്ചിരുന്നു. സ്തോത്രം. മനസ്സിലായോ? നിന്നോട് പറയാത്തൊരവധി ദൈവം വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആ വാക്കിനെ വിശ്വസിക്കാൻ പറ്റും? നീ അബ്രഹാം ആയിരിക്കും, വിശ്വാസികളുടെ പിതാവായിരിക്കും, നീ മധ്യസ്ഥത അടച്ച് പ്രാർത്ഥിക്കുന്നവനായിരിക്കും, നീ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവനായിരിക്കും, നീ ദൈവത്തെ അനുസരിച്ചവനായിരിക്കും, ആത്മീക യാത്ര നയിക്കുന്നവനായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ നിന്നോട് പറഞ്ഞിട്ടില്ല. നിനക്ക് ഡേറ്റ് പറയാത്തൊരവധി വെച്ചിട്ടുണ്ട്. അതിൽ നീ ഭാരപ്പെടണ്ട. എൻ്റെ ദൈവമാണ് അവധി പറഞ്ഞതെങ്കിൽ അവൻ പറ്റിക്കത്തില്ല. നിന്റെ തലമുടി നരച്ചാലും, നിന്റെ പേഴ്സ് കാലിയായാലും, നിന്റെ വസ്തു ജപ്തി ചെയ്തു എന്ന് പറഞ്ഞാലും, നിന്റെ ശരീരത്തിൽ ജരാനരകൾ ബാധിച്ചാലും നിന്നോട് പറയാത്തൊരവധിയുണ്ട് ബ്രദറെ, നിന്നോട് പറയാത്തൊരവധിയുണ്ട് അമ്മച്ചി. അത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. അത് ആരൊക്കെ പ്രാർത്ഥിച്ചാലും വെളിപ്പെടില്ല. എന്നോട് പറയാത്തൊരവധി സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ എന്നെ കുറിച്ചുണ്ട്. ഹല്ലേലൂയ. ആ ബോധ്യം നമ്മുടെ അകത്ത് വരണം. അവധി വെച്ച ദർശനങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ അവകാശി സ്തോത്രം വഴിപോക്കനാകില്ല. നീ വഴി കിടന്ന് മരിക്കേണ്ടി വരില്ല. നിന്റെ സന്തതി ഇവിടെ കറങ്ങി നടക്കേണ്ടി വരില്ല. സ്വർഗം വെച്ചിരിക്കുന്ന ഒരു ദർശനമുണ്ട്.
അവരെക്കുറിച്ച്, നിന്റെ സന്തതിയെക്കുറിച്ച്, നിന്നെക്കുറിച്ച് ദൈവം തമ്പുരാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ രാജശില്പി വരച്ചിരിക്കുന്ന ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ട്. അതിന്റെ അക്കമിട്ടൊന്നും ദൈവം പറഞ്ഞിട്ടില്ല, എന്നാകുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനൊരു അവധി കിടക്കുന്നുണ്ട്. അവധി എന്നാന്ന് എനിക്ക് പറയാൻ അറിയില്ല. എന്നോട് ഇത്രയും പറയാൻ പറഞ്ഞുള്ളൂ. ഇന്ന് വരുന്നവരോട് പറ, സ്തോത്രം, അവരുടെ കയ്യിൽ, അവരുടെ പേരിൽ ഞാൻ അവധി വെച്ച ദർശനങ്ങളുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം അതിൽ വിശ്വാസം വരുന്നുണ്ട്? എൻ്റെ മക്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും ഇന്നത്തെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ ഹല്ലേലൂയ, 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 പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത് പോലെ കാലേ കൂട്ടി ഡേറ്റ് ഇട്ട ചില ചെക്കുകൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം കൃത്യ ഡേറ്റിൽ കൗണ്ടറിൽ കൊടുക്കാതിരിക്കില്ല. എത്ര പേര് ദൈവത്തിന് സ്തോത്രം പറയും? ദർശനത്തിന് അവധി വെച്ചു എന്ന് പറഞ്ഞാൽ അവധി വെച്ച ദർശനങ്ങളുണ്ട്. നീ ആകുലപ്പെട്ടിട്ട് കഥയില്ല, നീ വ്യാകുലപ്പെട്ടിട്ട് കഥയില്ല, നീ ഒരു സാധാരണ മനുഷ്യനെ പോലെ ചഞ്ചലപ്പെട്ടിട്ട് കഥയില്ല. ഞാൻ വെച്ച അവധിക്ക് നീ പുറത്തു വരും. അതുവരെ നീ ചിലരുടെ കയ്യിലിരിക്കും, ചിലരുടെ കസ്റ്റഡിയിൽ, ഗ്രഹവിചാരകന്മാരുടെയോ മറ്റാരുടെയൊക്കെ കയ്യിലിരിക്കും. നിന്റെ അവകാശങ്ങളും നന്മകളും ചിലരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കും. ദൈവം വെച്ച അവധിക്ക് സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. നീ പച്ചയ്ക്ക് പലതും നോക്കിയോ? യോസേപ്പിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. അവൻ ദർശനം കണ്ടത് എത്രാമത്തെ വയസ്സിലാണ്? ആ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചു. 17-ാമത്തെ വയസ്സിലാണ് ദർശനം കണ്ടെന്ന് വിചാരിച്ചു. 13-ലാ കണ്ടെന്ന് വിചാരിച്ചു. 13-ൽ കണ്ടപ്പോൾ ദൈവം തമ്പുരാൻ ഡേറ്റ് പറഞ്ഞില്ല. നീ ഇന്ന് കണ്ട സ്വപ്നം, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് കണ്ട സ്വപ്നം 1988 സ്തോത്രം ഫെബ്രുവരി മാസം 6-ാം തീയതി കണ്ട സ്വപ്നം ഡേറ്റ് പറഞ്ഞില്ല. 2023 മാർച്ച് 3-ാം തീയതി നടക്കുമെന്ന് പറഞ്ഞില്ല. അന്ന് കണ്ട ദർശനത്തിന് ഡേറ്റ് ഇല്ല. ഡേറ്റ് ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിന്റെ അവധി ദൈവമാണ് കുറിച്ചിരിക്കുന്നത്. അത് യോസേപ്പിന് അറിയില്ല, അബ്രഹാമിന് അറിയില്ല, യാക്കോബിന് അറിയില്ല, സഹോദരങ്ങൾക്ക് അറിയില്ല. സ്വർഗത്തിന്റെ കയ്യിൽ നിന്റെ പേരിൽ കുറിച്ചിട്ട ഡേറ്റുകളുണ്ട്. അത് ലോകത്തിൽ ആർക്കും അറിയില്ല. കൃപ ശബന ഹടക ജനയ സന്ദര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം പൗലോസിനോട് പറഞ്ഞു, 23-ാം അധ്യായം 11-ാം അധ്യായം അപ്പോസ്തലൻ പ്രവൃത്തി പറഞ്ഞു, നീ എന്നെ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കും. അതൊരു വിഷനാണ്, അതൊരു ദർശനമാണ്, ഒരു വാക്കാണ്. പക്ഷെ എന്നായിരിക്കും അതെന്ന് പറഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതിന് ഡേറ്റ് പറഞ്ഞില്ല. എന്ന് ഞാൻ റോമിൽ ചെല്ലും, എന്ന് ഞാൻ അവിടെ സാക്ഷീകരിക്കുന്നു പറഞ്ഞില്ല. ഒരു കാര്യം ദൈവം പറഞ്ഞു, നീ എന്നെ റോമിൽ സാക്ഷീകരിക്കും. ഡേറ്റ് ദൈവത്തിന്റെ കയ്യിലാണ്. ഇന്ന് പകലിൽ എത്ര പേര് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയും, എൻ്റെ കുഞ്ഞിനൊരു ഭാവിയുണ്ട്, പക്ഷെ ഡേറ്റ് പിശാചിന്റെ കയ്യിലല്ല, ഡേറ്റ് ജാതകം എഴുത്തുകാരന്റെ കയ്യിലല്ല, ഡേറ്റ് കമ്പ്യൂട്ടർ ജാഗത്തിന് അകത്തല്ല, ഡേറ്റ് എൻ്റെ ദൈവത്തിന്റെ കയ്യിലാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്ത് ആത്മാവിൽ പറ, ആകുലതകൾ തീരട്ടെ. ഇന്ന് പകലിൽ വ്യാകുലതകൾ തീരട്ടെ, ആവലാതി തീരട്ടെ. എൻ്റെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആത്മാവിൽ പറ, ഡേറ്റ് ഇട്ടവൻ ദൈവമാണെങ്കിൽ അത് തിരുത്താൻ ഒരു പിശാചിനും കഴിയില്ല. സ്വർഗത്തിലെ ദൈവമിട്ട ഡേറ്റ് തിരുത്താൻ ഒരുത്തനും കഴിയില്ല. അങ്ങ് വേദപുസ്തകത്തിൽ വായിച്ച അബ്രഹാമിനോട് പറഞ്ഞിരുന്ന അവധി, അങ്ങനെ ഒരു അവധി പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. പക്ഷെ ദൈവവചനം പറയുന്നു, നിന്റെ വിഷയത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇതൊക്കെ അറിയാവുന്ന ഇയ്യോബ് 14-ാമത്തെ അധ്യായത്തിനകത്ത് പ്രശ്നം തീരാതെ വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ വിഷയത്തിന് അങ്ങൊരു അവധി നിശ്ചയിക്കാമോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം ഒരു അവധി എന്ന് പറഞ്ഞൊരു ഡേറ്റ് ഇട്ടാൽ ആ ഡേറ്റിൽ നടന്നിരിക്കും. അത് നമ്മളെ അറിയിച്ചിട്ടില്ല. നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് ഡേറ്റുകൾ സ്വർഗത്തിലെ ഡയറിയിൽ നമ്മുടെ പേരിലുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അത് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകലക്കാലം വിശ്വസിച്ചു. എനിക്കറിയാൻ വയ്യാത്ത എൻ്റെ ഡയറിയിൽ കുറേ ഡേറ്റുകൾ സ്വന്തം നാളുകളിലേക്കുള്ളത് ദൈവത്തിൻ്റെ കൃപയാൽ എഴുതിയിട്ടിട്ടുണ്ട്. പലരും എന്നോട് പല സ്ഥലത്ത് ചെല്ലാൻ പറഞ്ഞത്, ചിലർ സ്തോത്രം, ഹല്ലേലൂയ, ഈ യാത്രകൾക്ക് വേണ്ടിയിട്ടുള്ളത്, ആ ഡേറ്റൊക്കെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടിട്ടുണ്ട്.
എന്നാൽ എനിക്കറിയാൻ വയ്യാത്ത കുറേ ഡേറ്റ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഡയറിയിലുണ്ട്. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നിറവേറേണ്ട ദിവസം, ആ ദിവസത്തെക്കുറിച്ചുള്ള കൃത്യമായ തീയതി, അതിൻ്റെ അവധി ദൈവത്തിൻ്റെ കയ്യിലാണ്. സ്തോത്രം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാക്യത്തിനകത്ത് ഹബക്കൂക്കിൽ 2-3 വാക്കുണ്ട്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അത് സ്തോത്രം അവിടെ എവിടെയെങ്കിലും ഫ്രീസറിൽ വെച്ചിരിക്കുകയല്ല, അതിങ്ങനെ തുടിച്ചോണ്ടിരിക്കുകയാണ്. ഹൃദയം സ്പന്ദിക്കുന്നത് പോലെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? സമയം തെറ്റില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയമുള്ള താമസിക്കുകയുമില്ല. പുസ്തകത്തിനകത്ത് നിശ്ചയം എന്ന് പറയപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. അതിലൊരു കാര്യമാണ് സ്വർഗം വെച്ചിരിക്കുന്ന അവധി. അത് തെറ്റില്ല, അത് വരും നിശ്ചയം. അതിനാരൊക്കെ തടസ്സം നിന്നാലും ദൈവം ഒരു പ്ലാൻ ചെയ്താൽ അത് വരും നിശ്ചയം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു നിർത്താം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ, 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന്, ദാനിയേൽ പ്രവചനത്തിൻ്റെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? സ്തോത്രം. 9:19 എന്താ എഴുതിയിരിക്കുന്നത്? ദാനിയേൽ പ്രവചനം ഇല്ലേ? കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവികൊണ്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഒരു വലിയ പ്രാർത്ഥനയുടെ അവസാനമാണത്. സ്തോത്രം. എന്തായിരുന്നു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ 9-ാം അധ്യായത്തിനകത്തെ പ്രാർത്ഥന, കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യസന്തതിയിലുള്ള അഹശ്വേരോശിൻ്റെ മകനുമായ ദാര്യാവേശിൻ്റെ 1-ാം ആണ്ടിൽ, അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാതനയോടും കൂടെ അപേക്ഷിച്ചു എന്ന് പറഞ്ഞ് തുടരുകയാണ്. അപ്പോൾ ഇതൊന്ന് അധ്യായത്തെ മുഴുവനൊന്ന് അവലോകനം ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കണം. സ്തോത്രം. ധൃതി പിടിക്കരുത്, ശ്രദ്ധിക്കണം. ദാനിയേൽ പ്രവാചകൻ ബാബിലോണിൽ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. ഈ ജോലിത്തിരക്കുണ്ടെങ്കിലും അടിമത്തത്തിലാണെങ്കിലും ദാനിയേലിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അയാളൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ദിവസത്തിൽ 3 നേരം മുട്ടുകുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പതിവായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. വീട്ടിൽ സ്ഥിരമായ പ്രാർത്ഥന, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുന്നു, സ്ഥിരമായ പ്രാർത്ഥന നമ്മുടെ ആത്മീക നിലവാരം മാറ്റിക്കളയും. പതിവായി പ്രാർത്ഥിക്കുന്ന ആളുകൾ ദർശനങ്ങളിലേക്കും മറുപടികളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും എത്തും. അപ്പം ഇദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്, ഈ 9-ാം അധ്യായത്തിനകത്ത് വായിച്ചതുപോലെ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇന്ന് യെരൂശലേം ശൂന്യമാണ്. ശൂന്യമാകാൻ കാരണം യെരൂശലേമിലെ മുഴുവൻ ആളുകളെ സ്തോത്രം ബാബേൽ രാജാവ് പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോകുന്നു. ഇപ്പം യെരൂശലേം ശൂന്യമാണ്. ആരൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അവിടെ കൃഷിയില്ല, ആരാധനയില്ല, ആത്മീകമില്ല, മതിലിടിഞ്ഞ് തകർന്നു കിടക്കുകയാണ്. ഈ ശൂന്യാവസ്ഥയ്ക്ക് മാറ്റം വരും. അതിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. എന്താ അവധി? 70 ആഴ്ച കൊണ്ട്. സ്തോത്രം. ഈ ശൂന്യാവസ്ഥ 70 ആഴ്ച എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും. 70 സംവത്സരം കൊണ്ട് തീരും. കൃത്യമായ കണക്കാണത്. 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് യഹോവയുടെ അരുളപ്പാടാണ്. തോന്നലല്ല, ആരോ പറഞ്ഞതല്ല, ഏതോ ഇംഗ്ലീഷുകാരൻ വ്യാഖ്യാനിച്ചതല്ല. യഹോവയുടെ അരുളപ്പാടാണ്. ശൂന്യാവസ്ഥയ്ക്ക് ഒരു അറുതിയുണ്ട്. ഞാൻ നിങ്ങളോട് അതിൽ നിന്നൊരു പ്രവചനം പറയാം. ഏത് ശൂന്യതയ്ക്കും ഒരു അറുതിയുണ്ട്.
എല്ലാ കാലവും നിങ്ങൾ ശൂന്യമായി കിടക്കാൻ അനുവദിക്കില്ല. എല്ലാ കാലവും നിങ്ങളുടെ പേഴ്സ് ശൂന്യമായിരിക്കില്ല. എല്ലാ കാലവും നിങ്ങളുടെ മനസ്സ് ശൂന്യമായിരിക്കില്ല. എല്ലാ കാലവും നിങ്ങളുടെ വീട് ശൂന്യമായിരിക്കില്ല. എല്ലാ കാലവും അങ്ങനെ ആയിരിക്കില്ല. യെരൂശലേം ആണെങ്കിൽ പോലും ശൂന്യമായ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ആ ശൂന്യതയ്ക്ക് ഒരു വിരാമം കുറിക്കുന്ന ദിവസം സ്വർഗത്തിലെ ദൈവം കരുതി വെച്ചിരുന്നു. ആ ശൂന്യതയുടെ ഡ്യൂറേഷൻ 70 സംവത്സരം. പ്രാവചനികമായി വ്യാഖ്യാനിക്കേണ്ടതാണ് 70 സംവത്സരങ്ങൾ അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം എന്നൊക്കെ പറയുന്ന ദാനിയേൽ പ്രവചനത്തിലെ ആ പ്രത്യേക പ്രമേയം. സ്തോത്രം എന്നുള്ളത് എനിക്കറിയാം. യുഗപരമായിരിക്കുന്ന പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനമാണ് 70 ആഴ്ചവട്ടം അഥവാ 70 സംവത്സരം എന്ന് പറയുന്നത്. നമുക്ക് പക്ഷെ അത്രയൊന്നും എടുക്കണ്ട, കൃത്യമായി ഈ വാക്യം തന്നെ എടുക്കാം. ആ വാക്യത്തിൽ പറയുന്നു, ഒരു ദൂത് കിട്ടി, ശൂന്യതയ്ക്ക് മാറ്റം വരും. സ്തോത്രം. ഇനി ഈ വ്യാഖ്യാനം പ്രവചനമൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കുള്ള വന്നവരുടെ വ്യക്തിപരമായ ദൂത് പറയാട്ടോ. നിരന്തരമായി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ദൂത് വെളിപ്പെടും. ആത്മീയത്തിൽ കാര്യം നടത്താൻ വേണ്ടി മാത്രം നടന്നാൽ നിങ്ങളുടെ ആയുസ്സിൽ ദൂത് വെളിപ്പെടുകയല്ല, പറഞ്ഞ ദൂത് പോലും നിറവേറിയില്ല. സ്തോത്രം. ആ പറഞ്ഞ സത്യമാണ്. വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ടോ. ഈ കാര്യം നടത്താൻ വേണ്ടി കർത്താവിനെ, സ്തോത്ര ഹല്ലേലൂയ, അമ്പലപ്പറമ്പിലെ കുലിക്ക് കുത്തുകാരനെ കണ്ടിട്ടുണ്ടോ? കുറേം കൂടി നേരത്തെ ജനിക്കണമായിരുന്നു. സ്തോത്രം. ഇപ്പം മുഴുവൻ മൊബൈൽ കളിയാണ്. പണ്ട് സ്തോത്രം ഉത്സവത്തിന് അമ്പലപ്പറമ്പിൽ കുലിക്കൂത്തുണ്ട്. അങ്ങനെ കുലിക്കൂത്ത് പറഞ്ഞാൽ വാ രാജാ വെയ് രാജാ വെയ് സ്തോത്രം എന്ന് പറഞ്ഞ് വെച്ചാൽ 1 വെച്ചാൽ 5 കിട്ടുമെന്ന് പറയും. സ്തോത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ കർത്താവിനെ അങ്ങനെ 1 വെച്ചാൽ 5 കിട്ടുന്ന കുലുക്കിക്കുത്തുകാരനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ദൂതും കിട്ടുകയല്ല, ഇനി ആരെങ്കിലും പറഞ്ഞ ദൂത് പോലും നിറവേറിയല്ല. പക്ഷെ നിങ്ങൾ നിരന്തരമായിട്ടൊരു ബെൽറ്റ്, ഒരു എഞ്ചിനിൽ ബെൽറ്റ് കറങ്ങുന്നത് പോലെ ആത്മീയത്തിൽ നിരന്തരമായി കറങ്ങണം. എന്നും അത് നിങ്ങൾ എന്ന് പൊട്ടിത്തീരുന്നോ, നിങ്ങളുടെ ആയുസ്സെന്ന് തീരുന്നോ, അങ്ങനെയല്ല ബെൽറ്റ് കറങ്ങുന്നേ. സ്തോത്രം. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങൾ അതിനകത്ത് ഇട്ടാൽ പിന്നെ കറക്കം നിൽക്കരുത്. എന്നിത് പൊട്ടിത്തീരുന്നോ അന്ന് ഇത് നിൽക്കാവൂ. അതുപോലെ ആത്മീയത്തിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് ആലോചനകൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഒരു കൂട്ടം ആളുകളെ ശൂന്യതയിലേക്ക് കൊണ്ടുപോയിട്ട് യെരൂശലേമിനെ ശൂന്യമാക്കിയിട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ സ്തോത്രം ഒരു ദിവസം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൈകുന്നേരം വെയിലാറിയ സമയത്ത് എല്ലാവരെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ഒരു ദൂത് പറയുകയല്ല ചെയ്തത്. പ്രാർത്ഥിച്ചവന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു ദൂത് വെളിപ്പെട്ടു, ശൂന്യത മാറും. ഹല്ലേലൂയ. അതാ വിഷൻ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ദൈവം പറഞ്ഞു ശൂന്യത മാറും. നിങ്ങളോട് ഞാൻ പറയുന്നു, തുടർമാനമായി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം പറയും, എന്നെ പോലത്തെ ഒരു മനുഷ്യനല്ല സ്തോത്രം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ല, സ്വർഗത്തിലെ രാജാതിരാജാവ് പറയും ശൂന്യത മാറും. അത് പറയണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ദൈവമായിട്ടത്ര ബന്ധം ഉണ്ടായിരിക്കണം. അപ്പൊ സ്വർഗം വെളിപ്പെടുത്തും, ശൂന്യത മാറും. ഇന്ന് ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ മനസ്സ് ശൂന്യമാണോ? നിന്റെ പടക ശൂന്യമാണോ? നിന്റെ വീട് ശൂന്യമാണോ? നിന്റെ കുടുംബജീവിതം വെറും ശൂന്യമാണോ? നിന്റെ പേഴ്സ് ശൂന്യമാണോ? സ്വർഗം പറയുന്നു നിന്റെ ശുശ്രൂഷയും കൃപയും ശൂന്യമാണോ? അത് മാറും, ശൂന്യത മാറും. ശൂന്യത മാറുമെന്നൊരു അരുളപ്പാട് കിട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ അവസാനമാണ് നമ്മൾ 19ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു നിർത്തിയത്. കർത്താവേ കേൾക്കണമേ. അല്ല, എൻ്റെ അവസാന വാക്ക് മതി. എന്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ. എന്ത് താമസിക്കരുതേ എന്നായി പറയുന്നത്? സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് യുക്തിയുണ്ടോ നിങ്ങൾ ചിന്തിച്ചേ? ദൈവം പറഞ്ഞു 70 ആഴ്ചവട്ടം കൊണ്ട് 70 സംവത്സരം കൊണ്ട് തീരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ദൈവത്തോട് പറയുകയാണ് താമസിക്കില്ലേ എന്ന്. സ്തോത്രം. അതിനകത്തൊരു യുക്തി നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? എന്തിനാ അങ്ങനെ പറഞ്ഞ? ദാനിയേൽ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണോ? 70 ആഴ്ചവട്ടം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ കാര്യം എങ്ങനെ തിരുത്താൻ കാരണം, അല്ലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം എന്താ? ഞാനിങ്ങനെ പറയാം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് താമസിപ്പിക്കാൻ, നിങ്ങളെ സ്തോത്രം ഉദാസീനരാക്കാൻ, നിങ്ങളെ പിന്നെയും ദൈവത്തിൻ്റെ കോപത്തിനിരയാക്കാൻ, ദൈവപ്രസാദമില്ലാത്തവരാക്കാൻ ഒരു കാര്യം പറഞ്ഞാൽ നടക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവപ്രസാദം ഉണ്ടാകണം. അപ്പം അതില്ലാതാക്കാൻ വേണ്ടി ശത്രു പല കാര്യങ്ങൾ ചെയ്യും. അതിനകത്ത് ദുഷ്ടൻ ജയിക്കരുത്. ദൈവം പറഞ്ഞ അവധിക്ക് കാര്യം നടക്കണം. സ്വർഗം 70 സംവത്സരം എന്ന് പറഞ്ഞാൽ അത് നീണ്ടുപോകാൻ ഇടയാകരുത്.
നീണ്ടുപോയ ചരിത്രമുണ്ടോ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി 400 സംവത്സരം മിസ്രയീമിൽ അന്യജാതികൾക്ക് അടിമയായിരിക്കും. 400 സംവത്സരം എന്ന് പറഞ്ഞിട്ട് 430 സംവത്സരം കഴിഞ്ഞു അവർ പുറത്തു വന്നപ്പോൾ. കാരണം എന്താ? സ്തോത്രം, ഹല്ലേലൂയ. അവരെ അത് ഒരുക്കിയെടുക്കാൻ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന മോശ. ഇതൊക്കെ ഘടകങ്ങളാണ്. ദൈവം 400 പറഞ്ഞാൽ 600 ആക്കുന്ന ഒരു ശക്തി ഇവിടെയുണ്ട്. ദൈവം 70 പറഞ്ഞാൽ 75 നടക്കില്ലെന്നാണ്. അതുകൊണ്ട് ദാനിയേൽ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങല്ല കുഴപ്പക്കാരൻ, ഞങ്ങളുടെ പിതാക്കന്മാർ പാപം ചെയ്തവരാ, ഞങ്ങൾ തെറ്റ് ചെയ്തവരാ, ഞങ്ങൾ അനുസരണക്കേട് കാണിച്ചവരാ. ഇനിയും അനുസരണക്കേടിനോട് അനുസരണക്കേട് കാണിച്ചിട്ട് 70 എന്ന് പറയുന്നത് 100 പോകരുത്, 70 എന്ന് പറഞ്ഞത് 140 പോകരുത്. പറഞ്ഞ അവധിക്ക് തന്നെ വിടുതൽ കിട്ടണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, താമസിക്കരുതേ. ഹല്ലേലൂയ, സ്തോത്രം. രണ്ടെണ്ണം ഞാൻ പറഞ്ഞു വിടാം. സക്കരിയാവിനോട് ദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1:20 ലൂക്കോസ് 1:20 എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ലൂക്കോസ് 1:20 എന്താ എഴുതിയിരിക്കുന്നത്? തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായിക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞതാണ്, നിന്റെ ഭാര്യ ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കും, ഞാൻ യോഹന്നാനെന്ന് പേരിടാമെന്നൊക്കെ പറഞ്ഞു. അവസാനം ചോദിച്ചു വന്നപ്പോഴത്തേക്ക് സക്കരിയ അവസാനം പറഞ്ഞു, ഞാൻ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും, ഇതെങ്ങനെ അറിയും? അപ്പോൾ ദൂതൻ എന്താ പറഞ്ഞു? തക്ക സമയത്ത് നിവൃത്തി വരാനുള്ള എന്റെ ഈ വാക്ക്, ഈ ആലോചന, ഈ പ്രാർത്ഥനയുടെ മറുപടി നീ വിശ്വസിക്കായികയാൽ. ഇപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം പറയാം, ഇവിടെ പറഞ്ഞത് ഇത് സംഭവിക്കും വരെ എന്നാ. ഏത് സംഭവിക്കും വരെ? നിന്റെ ഭാര്യ ഗർഭിണിയായിട്ടൊരു മകനെ പ്രസവിക്കുന്നത് വരെ നീ മൗനമായിരിക്കും. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ പ്രസവിച്ചു, അല്ലെങ്കിൽ എലിസബത്ത് പ്രസവിച്ചു, യോഹന്നാൻ സ്നാപകൻ ജനിച്ച് അന്ന് നാവ് തുറന്നില്ല മാമ. ജനിച്ച് അന്ന് ഞാൻ സ്തോത്രം മോനെ വിളിക്കാൻ നോക്കി, എലിസബത്തിനെ വിളിക്കാൻ നോക്കി, നടക്കുന്നില്ല. 2-ാം ദിവസം നോക്കി, 3-ാം ദിവസം നോക്കി, നടക്കുന്നില്ല. 8-ാം ദിവസം പേരിടാൻ വേണ്ടി വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, മോന് വല്യപ്പച്ചൻ്റെ പേരിടണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എലിസബത്ത് പറഞ്ഞു, അല്ലല്ല, ഞങ്ങളുടെ അച്ഛനോട് ദൈവം പറഞ്ഞിട്ടുണ്ട് മോന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനത്തെ ഒരു പേര് നമ്മുടെ വീട്ടിൽ ആരുമില്ല, നീ എന്തീ പറഞ്ഞു, അങ്ങനത്തെ ഒരു പേരിടണ്ട. അപ്പോൾ പറഞ്ഞു, അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, എഴുത്തുപലക തരാൻ പറഞ്ഞു. എഴുത്തുപലകയ്ക്കകത്ത് യോഹന്നാൻ എന്നെഴുതിയപ്പോൾ നാവിൻ്റെ കെട്ടുപൊട്ടി. 8 ദിവസമാണെങ്കിലും സംഭവം നീണ്ടുപോയി. കാരണം പറഞ്ഞത് വിശ്വസിച്ചില്ലെങ്കിൽ ദൈവമല്ല ഉത്തരവാദി, വിടുതൽ താമസിക്കും, അവധി മാറ്റിവെക്കും. ഇന്ന് പകൽക്കാലം ഒന്ന്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറിക്കപ്പെടാൻ വേണ്ടി നിരന്തരമായ പ്രാർത്ഥന വേണം. 2, ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റപ്പെടണമെങ്കിൽ അവിശ്വസിക്കരുത്, വിശ്വസിക്കണം. ഇല്ലെങ്കിലും നടക്കും, പക്ഷെ താമസിക്കും. 3-ാമത്തെ ഒരു വാക്യം കൂടി വായിക്കാം. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. 2 പത്രോസ് 3:9 എന്താ എഴുതിയിരിക്കുന്നത് നോക്കി. 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നോക്കണം, ചിലർ താമസം എന്ന് പറയുന്നു, പക്ഷെ കർത്താവ് താമസിക്കുന്നില്ല. ഇത് തമ്മിൽ നമുക്ക് വാക്കുകൊണ്ട് യോജിക്കുന്നില്ല. കാരണം അതാ, സ്തോത്രം. മനുഷ്യൻ പറഞ്ഞു താമസിച്ചു, സ്തോത്രം. ദൈവം പറയുന്നു ഞാൻ താമസിക്കുന്നില്ല. ഇവിടെ 10 മണിക്ക് യോഗം തുടങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ 11 മണിക്ക് യോഗം തുടങ്ങേണ്ടതാണ്. ഞങ്ങളെല്ലാം 11 മണിക്ക് വന്നിരുന്നു. ഇവിടെ ഉപദേശിമാർ വന്നത് 11:40 വെച്ചു. 11:40 വന്നിട്ട് പറയുകയാണ്, ഇപ്പം നിങ്ങൾ പറയുകയാണ്, എന്താ പാസ്റ്റർ ഇത്ര താമസിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ തോന്നുന്നു? 11 തുടങ്ങേണ്ട സംഭവം 11:40 തുടങ്ങിയപ്പോൾ ഇവിടെ പറയുന്നു, ചിലർ പറയുന്നു താമസിച്ചു, പക്ഷെ ദൈവം പറയുന്നു താമസിച്ചില്ല. അങ്ങനല്ലേ വാക്ക്? ഒക്കെ ഒന്നോടെ വായിച്ചു നോക്കിയേ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിനൊരു താമസമില്ല. ഇന്ന് വേണമെങ്കിൽ നിവർത്തിച്ചു തരാം. ഇന്ന് വേണമെങ്കിൽ പ്രാർത്ഥിച്ച വിഷയം ഇപ്പം വേണമെങ്കിൽ നിവർത്തിച്ചു തരാം. പക്ഷെ എന്നാ കുഴപ്പം? ആരും നശിച്ചു പോകാതെ എല്ലാവരും
മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പോൾ വേണമെങ്കിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കർത്താവ് ഇപ്പോൾ ഫയലിൽ ഒപ്പിട്ട് തരാം. കർത്താവിൻ്റെ താമസമില്ല. ദൈവം എന്നെ ഒപ്പിടാത്തേ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് ഒപ്പിടാത്തതെന്ന്. അങ്ങനെയല്ലേ വാക്യം? കർത്താവിൻ്റെ താമസമില്ല. സ്തോത്രം. കർത്താവിൻ്റെ കയ്യിൽ പൈസ ഇല്ലായികയില്ല, കർത്താവ് ബിസിയല്ല, കർത്താവിന് സ്തോത്രം വേറെ പ്രോഗ്രാമില്ല, കർത്താവിന് മറവിയില്ല. പിന്നെ എന്താ തരാത്തേ? പിന്നെ എന്താ താമസിക്കുന്നേ? കർത്താവ് പറയുന്ന ഒരു താമസമില്ല. ചൊറ്റക്കാര്യം, ചിലർ മാനസാന്തരപ്പെടാനുണ്ട്. 3 കാര്യങ്ങൾ പറഞ്ഞു നിർത്തുക. ദൈവം ചില ദർശനങ്ങൾ അവധി വെച്ചിട്ടുണ്ട്. നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, നിന്റെ കണ്ണീരിൻ്റെ മറുപടിക്ക് വേണ്ടി, നീ വന്ന കാര്യം നടക്കാൻ വേണ്ടി, നിന്റെ അപമാനങ്ങൾ നീങ്ങാൻ വേണ്ടി, നിനക്ക് സ്വസ്ഥത വരാൻ വേണ്ടി, നീ ദൈവത്താൽ മാനിക്കപ്പെടാൻ വേണ്ടി, കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് ഗുണമില്ലാതെ ആയിപ്പോയി എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾക്ക് അവധി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയം തെറ്റിക്കാതിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദാനിയേലിനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് 70 ആണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ആൾക്കാരെല്ലാം കൂടി 75 ആക്കാം, 85 ആക്കാം. ദൈവമേ, അങ്ങല്ല കുറ്റക്കാരൻ. ഞങ്ങളുടെ പൂർവികന്മാരെ പോലെ ഞങ്ങൾ ദൈവത്തെ മറക്കാതിരിപ്പാൻ 70 ആണ്ടുകൊണ്ട് നിറവേറാൻ ഞാൻ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം എന്താ? സമയം തെറ്റരുത്. ഇന്ന് പകലിൽ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, സമയം തെറ്റിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. 2, അവിശ്വസിക്കരുത്. ദൈവം ഒരു കാര്യം പറഞ്ഞതിനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ സമയം തെറ്റും. 3, ചില വിഷയത്തിന് മാനസാന്തരപ്പെടാൻ അജിപ്പാസ് ആലോചന പറഞ്ഞല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ആരാധന കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ കടുംപിടുത്തമോ മുറുകപ്പിടുത്തമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷയത്തിനകത്ത് ഇളവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ താമസിക്കും. ദൈവത്തിന് സമയമില്ലായകയില്ല. ദൈവത്തിന് സമയം തെറ്റിയല്ല. ദൈവം സമയം കുറിച്ചു, നമ്മളോട് പറഞ്ഞില്ലെന്നുള്ളൂ. പക്ഷെ തെറ്റിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ദൈവത്തോട് പറ, കർത്താവേ, ആകുലതയുണ്ട്, ആവലാതിയുണ്ട്. 1-ാം അധ്യായം ഹബക്കൂക്ക് പ്രവചനത്തിൽ അതായിരുന്നു. ഇതെന്ന് തീരുമെന്നോർത്ത് ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ട്. നിരന്തരമായ പ്രാർത്ഥന ഒരു മറുപടി കൊണ്ട്. സ്തോത്രം. ഞാനൊരവധി വെച്ചിട്ടുണ്ട്. ആ അവധി ഒരിക്കലും തെറ്റില്ല. അത് വരും നിശ്ചയം. പക്ഷെ അതിന് തടസ്സം നിൽക്കാൻ നമ്മുടെ ചിന്താമണ്ഡലത്തിനകത്ത് കൂടുവെക്കുന്നത് പോലെ ശത്രു ചില തെറ്റായ ധാരണകൾ മനസ്സിനകത്തിട്ടിട്ട് എന്നേ നടക്കേണ്ട കാര്യമായിരുന്നു സഹോദരങ്ങളെ. പല കാര്യങ്ങൾ ദൈവത്തിന് എന്നേ താല്പര്യമായിരുന്നു. യെരുശലേമിനെ നോക്കിയിട്ട് ഒരിക്കലും യേശു പറഞ്ഞില്ലേ, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ വസിപ്പിക്കുന്നത് പോലെ നിന്നെ ചിറകടിയിൽ വസിപ്പിക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ചെന്ന കർത്താവെ ചിറകടി വസിപ്പിക്കാതിരുന്നത്? അതിൻ്റെ മറുപടി അവിടെ എഴുതിയിട്ടുണ്ട്. നിന്നെ എൻ്റെ ചിറകിൽ വഹിക്കാൻ, നിന്നെ എനിക്ക് ഉയർത്താൻ, നിന്നെ എനിക്ക് മാനിക്കാൻ, നിൻ്റെ വിഷയത്തിന് പരിഹാരം വരാൻ, നിൻ്റെ ബന്ധനം അഴിക്കാൻ, സ്തോത്രം, പോസ്റ്റ് ഡേറ്റ് ഇട്ടിരിക്കുന്ന ചില ദർശനങ്ങൾ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനുകൾ നിറവേറ്റാൻ എത്രയോ പ്രാവശ്യം മനസ്സായിരുന്നു. ഇന്ന് ദൈവത്തോട് 2-3 തീരുമാനം എടുക്കാമോ? 1, വെറും ഒരു പ്രാർത്ഥനയല്ല. ദാനിയേലിനെ പോലെ എൻ്റെ കൂടെ പാർക്കുന്നയാൾക്കൊരു പക്ഷേ ഇത്രയും വിശ്വാസമില്ല, അതുകൊണ്ട് നടക്കുന്നില്ല. അതിനുള്ള ദാനിയേൽ പറഞ്ഞത്, എൻ്റെ ദൈവമേ, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഡേറ്റും പറഞ്ഞു. പക്ഷെ എൻ്റെ കൂടെയുള്ള ആളുകളിൽ പലരും അങ്ങയെ പ്രസാദിപ്പിക്കാതെ കോപിപ്പിച്ചാൽ ഈ കാര്യം 70 എന്നുള്ളത് 700 ആകാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതിരിപ്പാൻ എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കൂടെയുള്ളവർ, എൻ്റെ കൂട്ടായ്മക്കാർ, ഇവരെല്ലാവരും ഒരു ഘടകമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. 2, അവിശ്വസിക്കരുത്. എല്ലാം കേട്ടിട്ട് അവസാനം
എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, സ്തോത്രം, തക്ക സമയത്ത് നടക്കേണ്ടതായിരുന്നു ഇത് നടക്കാതിരിക്കാൻ നിന്റെ അവിശ്വാസം തടയരുത്. അതുകൊണ്ട് ദൈവത്തിൻ്റെയും കൂടി ആവശ്യമായിരിക്കാൻ നാവിനെ കയറിക്കെട്ടി, ഇല്ലെങ്കിൽ അത് നടക്കില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയണം. ഈ വാക്കുകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, സെക്കര്യാവിൻ്റെ നാവ് തുറന്നിരുന്നെങ്കിൽ ഇത് സമയത്ത് നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അവൻ്റെ നാവിനെ പിടിച്ചു കെട്ടി. ദൈവത്തിന് സമയമാകുമ്പോൾ കാര്യം നടത്തണം. അതിന് തടസ്സം നിൽക്കുന്നത് എന്താണോ അതിനെ ദൈവം പിടിച്ചു കെട്ടും. കാരണം ദൈവത്തിന് കാര്യം നടത്തണം. ദൈവത്തിന് കാര്യം നടത്തണം. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ചിലരോട് പറയുന്നു, നിന്നെ പിടിച്ചു കെട്ടിയിട്ട് ദൈവം ദർശനം നടത്തേണ്ട സ്ഥിതി വരരുത്. നിന്റെ നാവിനെ, നിന്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ, നിന്റെ കയ്യെ, കാലെ, ഇതൊന്നും പിടിച്ചു കെട്ടിയിട്ട് പിന്നെ കാര്യം നടത്തേണ്ട വരരുത്. സക്കറിയാവിൻ്റെ നാവ് ചലിച്ചിരുന്നെങ്കിൽ യോഹന്നാനെ ഈ ആണ്ടിലെങ്ങും ജനിപ്പിക്കില്ലായിരുന്നു. കാരണം അവിശ്വാസം ദർശനത്തെ തടയും. അവിശ്വാസം ദൈവത്തിൻ്റെ പ്രോമിസിനെ തടയും. ദൈവം അതുകൊണ്ട് സക്കറിയാവിൻ്റെ നാവ് കെട്ടി. 3 ചിലർ താമസമെന്ന് പറയുന്നത് പോലെ ദൈവത്തിന് താമസിപ്പിക്കണമെന്ന് താല്പര്യമില്ല. എന്നിട്ടെന്താ നടക്കാത്തത്? മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടണം. അതിനു വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ ഈ മാസം പതിവിലധികമായി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കുറിച്ചിട്ട ഡേറ്റ് സ്വർഗത്തിലെ ദൈവം ഈ മാസം നിറവേറ്റി തരും. ചില കാര്യങ്ങൾ നടക്കും, ആ ഭാരം തീരും, ആ വഴി തുറക്കും, തരാമെന്ന് പറഞ്ഞ് നടക്കും. ചിലരെ ദൈവം ഒതുക്കും, നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും. ദൈവം അത് ചെയ്യും. വിശ്വസ്തനാണവൻ, വിശ്വസ്തനാണവൻ. ദൈവത്തിന് സമയമായി. ഏലിയാവിനോട് പറഞ്ഞതുപോലെ നിന്നോട് പറയുന്നു, നീ നിന്നെ തന്നെ ആകാബിനെ കാണിക്ക്, എനിക്ക് മഴ പെയ്യിപ്പിക്കണം. സമയമായി, സമയമായി. മതി, ഉഴപ്പിയത് മതി, സ്വത്ര അലഞ്ഞു നടന്നത് മതി, ഇരുതോടി കാല് വെച്ചത് മതി. എനിക്ക് മഴ പെയ്യിപ്പിക്കണം, എനിക്ക് ദർശനം സഫലമാക്കണം, എനിക്ക് വാഗ്ദത്തം നിറവേറ്റണം, എനിക്ക് യോഹന്നാനെ ജനിപ്പിക്കണം. അതിന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവിന് ധൃതിയാകുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏലിയാവിനോട് പതുങ്ങിയിരുന്നത് മതി, ഒളിച്ചു കളിച്ചത് മതി, എവിടെയോ പോയി പമ്മിയിരുന്നത് മതി. തിരിച്ചു വന്ന ആഹാബിനെ നിന്നെ തന്നെ കാണിക്കുക, എനിക്ക് മഴ പെയ്യിപ്പിക്കണം എന്നരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഈ വെള്ളിയാഴ്ച ഞങ്ങൾ കേൾക്കുന്നു. ഞങ്ങൾ രംഗത്ത് വന്നാൽ, ഞങ്ങൾ പുറത്തിറങ്ങിയാൽ, ഞങ്ങളുടെ ഒളിച്ചുകളി നിർത്തിയാൽ സ്വർഗത്തിലെ ദൈവം വരൾച്ച മാറ്റുന്ന പെരുമഴ പെയ്യിപ്പിക്കുമെന്ന് അങ്ങക്ക് സമയമായെന്ന്, അങ്ങ് കുറിച്ച ഡേറ്റായെന്ന്, അങ്ങയുടെ അവധിയായ എന്നെ കുറിച്ച് പറഞ്ഞിരുന്ന ഡേറ്റിന് സമയമായി. മാർച്ച് മാസത്തിൽ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്ന, എൻ്റെ കൂടെ ഇന്ന് ആരാധിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കുറിച്ച്, ഇന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നവരെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരുന്ന അവധിയായി, സമയമായി, സമയമായി. യേശുവിന്റെ നാമത്തിൽ സമയമായി. അതിന് തടസ്സം നിൽക്കുന്ന പ്രവണതകൾ ഞങ്ങളിൽ നിന്ന് ഇനി ഉണ്ടാകാതിരിക്കേണ്ടതിന് അധികം പ്രാർത്ഥിക്കാൻ, മാനസാന്തരപ്പെടാൻ, പാപങ്ങൾ ഏറ്റുപറയാൻ, അമിതമായി വിശ്വസിക്കാൻ ഞങ്ങൾക്ക് നിന്ന് പ്രേരണയ്ക്കായി സ്തോത്രം. വിവാഹം നടക്കും, വീട് പണി നടക്കും, കുഞ്ഞുങ്ങളുടെ ഉയർച്ച ഉണ്ടാകും, അവരുടെ പഠനം പൂർത്തീകരിക്കും, അവർ നല്ല രാജ്യങ്ങളിലെത്തും, ഞങ്ങളുടെ ശുശ്രൂഷ വികസിക്കും, ഞങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തിക്കും, ഞങ്ങൾ രാജ്യങ്ങൾക്കപ്പുറം ചെല്ലും. അതിൻ്റെ സമയമായി. ദൈവം പറഞ്ഞിരുന്ന ദർശനത്തിന് സമയമായി. ദൈവത്തിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ പോലെ ദൈവം പറഞ്ഞിരുന്ന സമയമാണ് മാർച്ച് മാസം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് സ്വീകരിക്കുന്നു. ഇത് ദൈവത്തിന്റെ സമയം. ഞങ്ങളായിട്ടത് നശിപ്പിക്കാതെ, ഞങ്ങളായിട്ടതിനെ താമസിപ്പിക്കാതെ പ്രാർത്ഥിച്ചും വിശ്വസിച്ചും മാനസാന്തരപ്പെട്ടും നേടിയെടുപ്പാൻ
ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവരെ കൂടി അനുഗ്രഹിക്കണമേ. തിരുസന്നിധിയിൽ തരുന്നു. പ്രാർത്ഥനയോടെ വന്ന മക്കൾക്ക് ഈ ദൂത് കൊടുത്തയക്കുന്നു. ആവലാതി തീരട്ടെ. ഈ മാർച്ച് മാസത്തിൽ ആവലാതി തീരട്ടെ. അനവധി നാളായിട്ട് മറുപടിയില്ലാത്ത വിഷയത്തിന്റെ ആവലാതി തീരട്ടെ. ഞാൻ ഈ ജനത്തെ ആ വാക്ക് പറഞ്ഞ് അനുഗ്രഹിച്ചയക്കുന്നു. ഇവരുടെ മാർച്ച് മാസം ആവലാതി തീരട്ടെ. ദൈവം പറഞ്ഞ കാര്യം നടക്കട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. നിങ്ങളുടെ മക്കളെ എൻ്റെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചയക്കുന്നു. കുറച്ചുകൂടെ സൂക്ഷ്മതയോടെ ജീവിപ്പാൻ, ചില കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാൻ, ദൈവത്തെ അമിതമായി വിശ്വസിക്കാൻ, ഇന്നുള്ളതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ, അങ്ങനെ ദൈവം അവധി വെച്ച ദർശനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരുവാൻ ഞങ്ങളുടെ മാർച്ച് മാസത്തെ ഞങ്ങൾ സമർപ്പണത്തോടെ ഏറ്റെടുക്കുന്നു. ദൈവം അത് ചെയ്യും. ഇവരെ അത് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ. അവധി നിശ്ചയിച്ച ദൈവം അത് നിറവേറ്റുന്ന മാസമാണെന്ന് വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി, വിശ്വാസമുയർത്തി, ശക്തിയോടെ സ്തോത്രം പറഞ്ഞ ദൂതേറ്റെടുത്തേ. ഹല്ലേലൂയ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും